അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദു. ഫയാ അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹ് വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി ഗ്രഹിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അംഗീകരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയ സഹോദരങ്ങളെ, ഏകദേശം 2 ദിവസത്തിലധികമായി ഇങ്ങനെ ഒരു സംവാദ വിഷയവുമായി, വ്യവസ്ഥാ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നു. ഏതായാലും അവസാനം സംവാദത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇസ്തിഗാസ അഥവാ മരണപ്പെട്ടു പോയ മഹത്തുക്കളെ വിളിച്ചുള്ള സഹായാർത്ഥന, അതിൽ ഷിർക്ക് വരും, ബഹുദൈവ ആരാധന വരും എന്നാണ് മുജാഹിദ് വിഭാഗം വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅ അഥവാ സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ, അതിൽ ഷിർക്ക് വരില്ല, അത് ഐനു തൗഹീദാണ്, തൗഹീദിൻ്റെ ഐനാണത്, അത് തൗഹീദ് തന്നെയാണ് എന്നാണ് സുന്നികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനും സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സത്യവും യാഥാർത്ഥ്യവും ഈ ഒരു സംവാദത്തിലൂടെ ബോധ്യപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനും തിരുവചനങ്ങളും സലഫു സ്വാലിഹീങ്ങളുടെ ആസാറുകളും തബഉ താബിഈങ്ങളും അതുപോലെ അവരെ പിൻപറ്റി ജീവിച്ചു പോന്ന സച്ചരിതരായ ഇമാമിങ്ങളും മഹത്തുക്കളും ആരിഫീങ്ങളും മുഴുവനും ഇസ്തിഗാസ ചെയ്തവരും ചെയ്യാൻ പ്രേരിപ്പിച്ചവരും ചെയ്തതിനെ അംഗീകരിച്ചവരും ഒക്കെയും ആയിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നിഷ്പക്ഷമായി മനസ്സിലാക്കുന്ന സഹോദരങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ചർച്ചകളിൽ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട ഇമാമുന സുബുക്കി റഹിമഹുല്ലാ അവിടുത്തെ ഷിഫാ ഉസ്സഖാം എന്ന ഗ്രന്ഥം മുജാഹിദ് മൗലവിമാരെ പോലുള്ള ചില അല്പജ്ഞാനികളായ ആളുകൾക്ക് പിടിപെട്ടിരിക്കുന്ന രോഗം, അതിനുള്ള പരിഹാരമായി ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഷിഫാ ഉസ്സഖാം. അതിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. ഇഅ്ലം, അറിയണം, യജൂസു ജായിസാകുന്നതാണ്, വയസ്സുനു ജായിസാണ് എന്ന് മാത്രമല്ല നന്നാവുന്നതും ആണ്, അഥവാ പുണ്യകരവുമാണ്. അത്തവസ്സുലു തവസ്സുല് ചെയ്യുക എന്നതും, വൽ ഇസ്തിആന ഇസ്തിആന അഥവാ ഇസ്തിഗാസ ചെയ്യുക എന്നതും, വത്തശഫഉ ബിന്നബിയ്യി ഇലാ റബ്ബിഹി അല്ലാഹുവിലേക്ക് നബിയുടെ ഷഫാഅത്ത് തേടലും അതൊക്കെ പുണ്യകരവുമാണ്, ജായിസുമാണ് എന്ന കാര്യം നീ അറിയണം. വജവാസു ദാലിക അത് ജായിസാകുന്നതും, വഹുസ്നുഹു പുണ്യകരവുമാണ് എന്നത് മിനൽ ഉമൂരിൽ മഅലൂമതി ലികുല്ലി ദീ ദീനിൻ എല്ലാ ദീന് ഉള്ള വ്യക്തികൾക്കും അറിയപ്പെട്ട യാഥാർത്ഥ്യമാണ്. ദീനിനെ കുറിച്ച് ബാലപാഠം അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇസ്തിഗാസയും തശഫുഉം തവസ്സുലും ഇസ്തിആനയുമെല്ലാം പുണ്യകരമായ പ്രവൃത്തിയും അനുവദനീയമായ കാര്യവുമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അസ്സുബുഖി റഹിമഹുല്ലാ അവിടുത്തെ ഷിഫാ ഉസ്സഖാമിൽ രേഖപ്പെടുത്തുന്നു. പോരാ, അവിടുന്ന് വീണ്ടും പറയുന്നു, അൽ മഅറൂഫതു മിൻ ഫിഅലിൽ അംബിയാഇ വൽ മുർസലീൻ. മുജാഹിദ് മൗലവിമാർ ചെവി തുറന്ന് കേട്ടോളൂ. അൽ മഅറൂഫ ഇത് അറിയപ്പെട്ടതാണ്, മിൻ ഫിഅലിൽ അംബിയാഇ വൽ മുർസലീൻ അംബിയാ മുർസലുകളുടെ പ്രവർത്തനങ്ങളിൽ. ഇൻഷാ അല്ലാഹ് ചോദ്യ സമയം വരാനുണ്ട്, ചോദിച്ചോളൂ കേട്ടോ. ഇമാം സുബുക്കി റഹിമഹുല്ലാ ഈ പറഞ്ഞത് കളവാണോ അല്ലേ എന്നൊക്കെ ചോദിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തി ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഈ സംവാദം. സാധാരണഗതിയിൽ മുജാഹിദീങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്, അംബിയാക്കൾ ചെയ്തോ മുർസലീങ്ങൾ ചെയ്തോ എന്നൊക്കെ ചോദ്യം വരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കവിടെ കാണാവുന്നതും ആണ്.
ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, ഇത് അൽ മഅറൂഫത്തു മിൻ ഫിഇലിൽ അംബിയാ വൽ മുർസലീൻ, അംബിയാ മുർസലുകളുടെ പ്രവർത്തനങ്ങളിൽ അറിയപ്പെട്ടതാണ്. പോരാ, വസിയരി സലഫി സ്വാലിഹീൻ, സലഫു സ്വാലിഹീങ്ങളുടെ ചര്യയിലും അത് സ്ഥിരപ്പെട്ട് പോയിട്ടുണ്ട്. അവരുടെ ചരിത്രങ്ങളിലും ഇത് ധാരാളമായി കാണാവുന്നതാണ്. നിങ്ങൾ നോക്കണം, വൽ ഉലമാഇ വൽ അവാമി മിനൽ മുസ്ലിമീൻ, മഹാപണ്ഡിതന്മാരുടെ ചരിത്രത്തിലും അത് കാണാം. അതുപോലെ തന്നെ സാധാരണ മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിലും ഈ സംഭവങ്ങൾ ധാരാളമായിട്ട് കാണാവുന്നതാണ്. വലം യുൻകിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാനി വലാ സമിഅ ബിഹി ഫീ സമനിൻ മിനൽ അസ്മാൻ, ഒരാളും ഇതിനെ എതിർക്കുന്ന ഒരാളും മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഹത്താ ജാഅ ഇബ്നു തീമിയ, മുജാഹിദിന്റെ നേതാവ് ഇബ്നു തീമിയ വരുന്നത് വരെ. فتكلم في ذلك بكلام يلبس على ضعفاء الأغمار. സാധുക്കളായ മുജാഹിദ് മൗലവിമാരെ പോലുള്ള ബലഹീനന്മാരായ ആളുകൾക്ക് തൽബീസ് ഉണ്ടാക്കപ്പെടുന്ന ചില സംസാരങ്ങളൊക്കെ ഇബ്നു തീമിയ അവിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അസുബുക്കി റഹിമഹുല്ല അവിടുത്തെ ഷിഫാ ഉസ്സഖാമിൽ ഖുർആനും തിരു ഹദീസുകളുമൊക്കെ കൃത്യമായി അപഗ്രഥിച്ച് ലോകതലത്തിൽ ലോക മുസ്ലിമീങ്ങൾ എതിരഭിപ്രായമില്ലാതെ അംഗീകാരം കൊടുത്ത ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ല, നോക്കണം നിങ്ങൾ, സഹീഹ് മുസ്ലിമിന് വിശ്വവിഖ്യാതമായ ശറഹ് മുസ്ലിം ലോകത്തിന് സമ്മാനിച്ച ഇമാം നവവി, ബഹുമാനപ്പെട്ടവര് ഇസ്തിഗാസക്ക് അനുകൂലമായി ശബ്ദമുയർത്തിയ പണ്ഡിതനാണ്. എന്നാ നോക്ക്, ഇബ്നു ഹജറിനിൽ അസ്ഖലാനി ജബലുൽ ഹദീസ് എന്ന് ലോകത്തെ ഇമാമിങ്ങൾ ഐക്യകണ്ഠേന അംഗീകാരം കൊടുത്ത പർവ്വത സമാനമായ ഹദീസ് പണ്ഡിതൻ എന്ന് വിളിക്കപ്പെടുന്ന ഇമാം ഇബ്നു ഹജറിനിൽ അസ്ഖലാനി, വിശ്വവിഖ്യാതമായ ഫത്ഹുൽ ബാരി, സഹീഹുൽ ബുഖാരിയുടെ വിശ്വവിഖ്യാതമായ ഈ വ്യാഖ്യാന ഗ്രന്ഥം അതിനെ ലോകത്തിന് സമ്മാനിച്ച ഇമാം ഇബ്നു ഹജറിനിൽ അസ്ഖലാനി ഇസ്തിഗാസ ചെയ്തിട്ടുള്ള പണ്ഡിതനാണ്, ഇസ്തിഗാസയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള പണ്ഡിതനാണ്. ലോകത്ത് ഖുർആനും ഹദീസും പഠിച്ചിട്ടുള്ള, പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഖുർആനും ഹദീസും ആരെ മുൻനിർത്തിയാണോ നമ്മൾ പഠിക്കുന്നത്, അവര് മുഴുവനും ഇസ്തിഗാസയും തവസ്സുലും ചെയ്തവരും ചെയ്യാൻ പറഞ്ഞവരും അത് പുണ്യകരമാണെന്ന് സമർത്ഥിച്ചവരും. അതുകൊണ്ട് അവസാനമായി പറയാനുള്ളത്, ഇസ്തിഗാസയും തവസ്സുലും ലോക മുസ്ലിമീങ്ങൾ എതിരഭിപ്രായമില്ലാതെ അംഗീകരിച്ചതാണ് എന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ല. അത് ഖുർആനും ഹദീസും അതുപോലെ തന്നെ സലഫു സ്വാലിഹീങ്ങളുടെ ചര്യകളിലും സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. ഇബ്നു തീമിയയാണ് അതിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ വ്യക്തി. അദ്ദേഹമാണെങ്കിലോ പിഴച്ചവനാണ് എന്ന് മുസ്ലിം ലോകത്തെ അറിയപ്പെട്ട യാഥാർത്ഥ്യവും ആണ്. ഇമാമിങ്ങൾ അക്കാര്യം വ്യക്തമായി സമർത്ഥിച്ചിട്ടും സംസാരിച്ചിട്ടുമുണ്ട്. ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ തുടർ ചർച്ചകളിൽ നമുക്ക് ആവാം. മൗലവിമാർക്ക് ചോദിക്കാനും എനിക്ക് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി ഹഖിനെ പിന്തുടരാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വബില്ലാഹി തൗഫീഖ് വഅലൈഹി തുക്ലാൻ. മാഷാ അല്ലാഹു ഖാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്നത്തെ സംവാദത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, വാദം എന്ന് പറയുന്നത്, മുജാഹിദുകളുടെ വാദം വഫാത്തായ മഹാത്മാക്കളോട് സമസ്തക്കാർ ചെയ്യുന്ന ഇസ്തിഗാസ ഇസ്ലാമിൽ ഷിർക്കാണ്. അത് വിശ്വാസത്തിലും കർമ്മത്തിലും ഷിർക്കാകുന്നു. എന്നാൽ സമസ്തക്കാർ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് ചെയ്യുന്ന ഇസ്തിഗാസ അത് ഷിർക്കല്ല, ജായിസാണ്, പുണ്യമാണ്, ഇസ്ലാമികമാണ്, അനുവദനീയമാണ് എന്നാണ് സമസ്തക്കാരുടെ വാദം. ബഹുമാന്യനായ സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടെ വിഷയാവതരണം നടത്തിയ അഷ്റഫ് മൗലവിയുടെ വോയിസുകൾ, സംസാരങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും കേൾക്കുമെന്ന വിശ്വാസമുണ്ട്. പല ആളുകളും അത് കേട്ടുകഴിഞ്ഞു. അദ്ദേഹം അതിനെ തെളിവായിക്കൊണ്ട് ഒന്നാം പ്രമാണമായ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഉദ്ധരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളിൽ നിന്ന് സ്വഹിയായ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. ഇന്ന സ്വഹാബി ചെയ്തു, ഇന്ന താബിഈ ചെയ്തു, ഇന്ന തബഅ താബിഈ ചെയ്തു എന്ന് അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. അദ്ദേഹം ഇസ്തിആനത്തിനെ കുറിച്ച് പറഞ്ഞു, തവസ്സുലിനെ കുറിച്ച് പറഞ്ഞു, ഇബ്നു തൈമിയയെ കുറിച്ച് പറഞ്ഞു,
ഇബ്നു ഹജർ അസ്കലാനിയെ കുറിച്ച് പറഞ്ഞു, ഇമാം നവവി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറഞ്ഞു, ഇമാം സുബുക്കിയെ കുറിച്ച് പറഞ്ഞു. അവരൊക്കെ ഇബ്നു തൈമിയ്യ ഇസ്തിഗാസയെ എതിർത്തു എന്നും അതേപോലെ മറ്റുള്ളവർ ഇസ്തിഗാസയെ അനുകൂലിച്ചു എന്നും നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫ് ബാഖവിക്ക് വഫാത്തായ മഹാത്മാക്കളോട് സമസ്തക്കാരെ ചെയ്യുന്ന ഇസ്തിഗാസ അത് ശിർക്കല്ല, അനുവദനീയമാണ്, ജായിസാണ്, പുണ്യമുള്ളതാണ്, തൗഹീദാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ, ഒരു സഹിയായ ഹദീസ് ഉദ്ധരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സ്വഹാബിമാരുടെ ചര്യയിൽ നിന്നോ താബഈങ്ങളുടെ ചര്യയിൽ നിന്നോ തബഉ താബഈങ്ങളുടെ ചര്യയിൽ നിന്നോ തെളിവുദ്ധരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടെ ചില ഇമാമുമാരെ പരാമർശിച്ചു എന്നല്ലാതെ പ്രമാണബന്ധിതമായി വഫാത്തായ മഹാത്മാക്കളോട് സമസ്തക്കാർ ചെയ്യുന്ന ഇസ്തിഗാസ അത് ജായിസാണ്, പുണ്യമാണ്, അനുവദനീയമാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് വിഷയാവതരണത്തിൽ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മുജാഹിദുകൾ പറയുന്നത് വഫാത്തായ മഹാത്മാക്കളോട് സമസ്തക്കാർ ചെയ്യുന്ന ഇസ്തിഗാസ അത് വിശ്വാസത്തിലും കർമ്മത്തിലും ശിർക്കാകുന്നു. ശിർക്ക് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ വന്നു പോയാൽ ആ മനുഷ്യന്റെ എല്ലാ സൽക്കർമ്മവും നഷ്ടപ്പെട്ടു പോകുന്നു. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുമ്പോൾ ഹബാഅൻ മൻസൂറ, ആ മനുഷ്യന്റെ എല്ലാ സൽക്കർമ്മങ്ങളും ധൂളികളെ പോലെ പറന്നുപോയി ഒന്നുമില്ലാതെ മുഫ്ലിസായി പൊളിഞ്ഞ് പാപ്പറായി കാലാകാലവും നരകത്തിൽ കഴിയേണ്ടി വരും. കാരണം ഒരാളുടെ വിശ്വാസത്തിൽ ശിർക്കുണ്ടായി തൗബ ചെയ്ത് മടങ്ങാതെ ആ ശിർക്കൻ വിശ്വാസവുമായി അയാൾ വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തിയിട്ടില്ല. പക്ഷേ അയാളുടെ വിശ്വാസം വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തിയാൽ, അവരോട് ഇസ്തിഗാസ ചെയ്താൽ വഫാത്തായ മഹാത്മാക്കൾ കേൾക്കും, സഹായിക്കും, ഉത്തരം നൽകും എന്നുള്ളൊരു വിശ്വാസം അയാൾക്കുണ്ടെങ്കിൽ അയാൾ എഴുത്തിക്കാത് വിശ്വാസം ശിർക്കാണ്. ആ വിശ്വാസവുമായി അയാൾ ഇസ്തിഗാസ ചെയ്യാതെ മരണപ്പെട്ടാലും അയാളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോയി കാലാകാലവും നരകത്തിൽ കഴിയേണ്ടി വരും. ഇതാണ് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, അമ്പിയാക്കൾ പഠിപ്പിച്ചത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അതേപോലെ തന്നെ സ്വഹാബിമാരും തബഈങ്ങളും തബഈങ്ങളും പഠിപ്പിച്ചത്, അവരുടെ മാർഗത്തിലുള്ള അഹ്ലു സുന്നയുടെ ഇമാമുമാർ പഠിപ്പിച്ചത്, സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിലുള്ള മുഴുവൻ ഇമാമുമാരും ആലിമീങ്ങളും പഠിപ്പിച്ച ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളുടെയും മുഴുവൻ സൃഷ്ടികളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ, തബഈങ്ങൾ, തബഉ തബഈങ്ങൾ, അഹ്ലുസുന്നയുടെ ഇമാമുമാർ, സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗം സ്വീകരിച്ചിട്ടുള്ള ആലിമീങ്ങൾ, ഇവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അമ്പിയാക്കളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോയിട്ടുള്ളവർ, അനുഭവിച്ചിട്ടുള്ളവർ അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്. അതിലേറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവരാരും ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ ചെയ്ത ഒരു സംഭവം അള്ളാഹു പഠിപ്പിക്കുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നില്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളിലില്ല. എന്നാൽ അവരൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ അവരൊക്കെ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിഗാസ നടത്തിയിട്ടുള്ളത്. ഇസ്തിഗാസ പ്രാർത്ഥനയുടെ ഭാഗമാണ്, ദുആഇന്റെ ഭാഗമാണ്, ഇബാദത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് ആരാധനയാണ്, ദുആ ആണ്, പ്രാർത്ഥനയാണ്. ഇതൊക്കെ നമുക്ക് കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. അവര് അള്ളാഹുവിനോട് അല്ലാഹുമ്മ റബ്ബന, റബ്ബി, അള്ളാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ രക്ഷിതാവേ, സുബ്ഹാനക് എന്നിങ്ങനെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളിലുള്ള മുഴുവൻ പ്രാർത്ഥനകളും അങ്ങനെ തന്നെയാണ്. വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഒരു ഇസ്തിഗാസയും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുകളും, വിശുദ്ധ ഖുർആനിൽ 2 ഇസ്തിഗാസ പഠിപ്പിക്കുന്നുണ്ട്. മുജാഹിദുകളും സമസ്തക്കാരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയല്ല, അനുവദനീയമായ 2 ഇസ്തിഗാസ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവിടുത്തെ 2 സഹോദരന്മാർ നടത്തിയ ഇസ്തിഗാസ, തന്റെ മുന്നിലുള്ള മനുഷ്യനോട്, സഹോദരനോട് കഴിവുള്ള വിഷയത്തിൽ നടത്തിയ ഒരു സഹായാർത്ഥന, ഇസ്തിഗാസ എന്നാണ് അള്ളാഹു അത് പഠിപ്പിക്കുന്നത്. അത് അനുവദനീയമായ ഇസ്തിഗാസയാണ്, വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അല്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ബദർ രണാങ്കണത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ഇരു കാൽമുട്ടുകളും മണലാരണ്യത്തിൽ അമർത്തി നിന്നുകൊണ്ട് ഇരു കക്ഷങ്ങളിലുള്ള കൈവെള്ള കാണുമാർ ഇരു കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുന്ന് അള്ളാഹുവിനോട് നടത്തിയ ഇസ്തിഗാസയുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിനോട് മാത്രമായി നടത്തിയ ഇസ്തിഗാസ. ഈ രണ്ട് ഇസ്തിഗാസയുമാണ് മുസ്ലിമീങ്ങൾക്ക് മാതൃക. ഒന്ന്, ജീവിച്ചിരിക്കുന്ന തൻ്റെ മുന്നിലുള്ള കഴിവുള്ള വിഷയത്തിൽ നടത്തിയ ഇസ്തിഗാസ സഹായാർത്ഥന. ഒന്ന്, എന്നൊന്നും ജീവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തിയ ഇസ്തിഗാസ. ഈ രണ്ട് ഇസ്തിഗാസയാണ് മുസ്ലിമീങ്ങൾക്ക് മാതൃക. ഇതാണ് അള്ളാഹുവിന്റെ വിശുദ്ധനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത്തിബാ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മുശ്രിക്കുകളോട് സഹായാർത്ഥന നടത്തിയിട്ടുണ്ട്. ഹുദൈബിയ സന്ധി അത് ജീവിച്ചിരിക്കുന്ന മുശ്രിക്കുകളുമായിട്ടായിരുന്നു. അതേപോലെ തന്നെ മദീന കരാറുകൾ, യഹൂദികൾ, നസാറാക്കൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ സഹായാർത്ഥനകൾ, സന്ധികൾ, കരാറുകൾ അതൊക്കെ ജീവിച്ചിരിക്കുന്ന യഹൂദികളോടും നസാറാക്കളോടുമാണ്. ഇതാണ് അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മാതൃക എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന സഹായാർത്ഥന അത് ഷിർക്കാകുന്നത്, അത് ഹറാമാകുന്നത്? സമസ്തക്കാർ ചെയ്യുന്ന ഈ പ്രവൃത്തി, ഇത് മുജാഹിദുകൾ അത് ഷിർക്കാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇസ്ലാമിൽ അതിൽ മാതൃക അമ്പിയാക്കളുടെയും സലഫു സ്വാലിഹീങ്ങളുടെയും മാതൃക ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കുക. വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സബബാക്കിയിട്ടില്ല, കാരണമാക്കി നിശ്ചയിച്ചിട്ടില്ല. വഫാത്തായ മഹാത്മാക്കൾ എങ്ങനെയാണ് കേൾക്കുന്നത്, എങ്ങനെയാണ് സഹായിക്കുന്നത്, എങ്ങനെയാണ് ഉത്തരം നൽകുന്നത് എന്നൊന്നും നമുക്കറിയില്ല. അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല, സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ എന്താണ് ഷിർക്ക്, എന്താണ് തൗഹീദ്, എന്താണ് ഇബാദത്ത്, എന്താണ് ദുആ, എന്താണ് ദുആഇന്റെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസയും ഇസ്തിആനത്തും ഒക്കെ ഇസ്ലാമിക പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളും മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ശരിയായ ഇസ്ലാം, അതാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇബാദത്ത്, ദാത്ത്, സിഫാത്ത് വ അഫ്ആൽ? എന്താണ് അൽ ഇബാദ? അഖ്സ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുലി, പരമമായ വണക്കവും താഴ്മയും അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അശ്ശിർക്ക് ഇസ്ബാത്തു ശരീകിൻ ഫിൽ ഉലൂഹിയത്തി വ ഖവാസിഹ ലിമൻ യഅ്തഖിദു ലഹു ഔസാഫു റുബൂബിയ്യ. ഇത് കൃത്യമായി നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാ സിഫാത്തുകളും അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് എന്തൊക്കെയാണോ അത് അള്ളാഹുവിന് മാത്രം നൽകുക, ഇത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അത്തൗഹീദ് അൽ ഇഅ്തിഖാദു ബിഹദമി ശരീകിൻ ഫിൽ ഉലൂഹിയത്തി വ ഖവാസിഹ. അദ്ദുആഉ തലബുൽ അബ്ദി മിൻ റബ്ബിഹി അൽ ഹവായിജ. അടിമ ഉടമയായ റബ്ബിനോട് നടത്തുന്ന ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മലയാള ശബ്ദതാരാവലി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈശ്വരനോട് നടത്തുന്ന അപേക്ഷ എന്ന്. ഈശ്വരൻ എന്ന് അള്ളാഹു എന്നതിന് സമാനമായി ഇതര ഭാഷകളിൽ ഇല്ല. എന്നാൽ ഈശ്വരൻ എന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന സൃഷ്ടാവിനെ കുറിച്ച് സംസ്കൃതത്തിൽ വേദഗ്രന്ഥത്തിൽ ഈശ്വരൻ എന്നാണ് പറയുന്നത്. നമുക്ക് അതിനോട് അനുയോജ്യമായി ഇലാഹ്, റബ്ബ് എന്നൊക്കെ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അറബിൽ പരിചയപ്പെടുത്താം. ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മുജാഹിദ് സംവാദത്തിൽ സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫ് ബാഖവിയോട് മുജാഹിദ് പക്ഷത്ത് നിന്നുകൊണ്ട് ഈ ഉള്ളവന് ഒന്നാമതായി ചോദിക്കുവാനുള്ളത്, നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു, പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനോട് തേടുമ്പോൾ ഇളയാളൻ വേണമെന്നാണല്ലോ. നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മുദബ്ബിറുൽ ആലമാണ് CM മടവൂര് എന്നതാണല്ലോ. അങ്ങനെയെങ്കിൽ CM മടവൂരിനോട് നേരിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, CM മടവൂര് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ, CM മടവൂര് ഞങ്ങളുടെ ആയുസ് വർദ്ധിപ്പിച്ച് നൽകണമേ, CM മടവൂര് ഞങ്ങൾക്ക് സന്താനങ്ങളെ നൽകണമേ, CM മടവൂര് ഞങ്ങളുടെ രോഗങ്ങൾ ഷിഫയാക്കി നൽകണമേ എന്നിങ്ങനെ നിങ്ങൾ മുദബ്ബിറുൽ ആലം എന്ന് വിശ്വസിക്കുന്ന പ്രചരിപ്പിക്കുന്ന CM മടവൂരിനോട്
നേരിട്ട് ഈ രീതിയിലുള്ള ഇസ്തിഗാസ തേടുവാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിക്കുക. ഇനി ആയത്ത് ഇല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിൽ നിന്ന് ഒരു സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കുക. ഇനി അതുമില്ലെങ്കിൽ ഏത് സ്വഹാബിയാണ് ഇങ്ങനെ പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്, ഏത് താബിഅ ആണ് ഇങ്ങനെ പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്, ഏത് തബഉ താബിഅയാണ് ഇങ്ങനെ പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത്, സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് താങ്കൾ ദലീൽ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹാബി അജ്മഈൻ. അമ്മാ ബഅദു ഫയാ അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹ് വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദ്യോത്തര പങ്ക്തിയുടെ ആദ്യ ഭാഗത്തിലാണ് നിലകൊള്ളുന്നത്. മുജാഹിദിൻ്റെ ഭാഗത്തിൽ നിന്ന് സുന്നികളോടുള്ള ചോദ്യ സെഷനാണ് ആദ്യത്തെ 5 ഭാഗം. 5 ചോദ്യങ്ങൾ, അവസരങ്ങളാണ് അവർക്കുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ പ്രിയങ്കരനായ ബാബ മൗലവി സാഹിബ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്, CM മടവൂർ എന്ന മഹാനായ വലിയ്, ഞങ്ങൾ അഥവാ സുന്നികൾ വിശ്വസിക്കുന്ന മഹാനായ വലിയ്, അദ്ദേഹം മുദബ്ബിറുൽ ആലമാണ് എന്ന് സുന്നികൾ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തോട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ സ്വദർ, ആദ്യ ഭാഗം അദ്ദേഹം ശ്രദ്ധിക്കാതെ പറഞ്ഞതാവാനാണ് സാധ്യത. ശ്രോതാക്കൾക്ക് വേണ്ടിയാണ്. CM മടവൂര് ഒരിക്കലും ഒരു മുത്ലഖായ മുദബ്ബിറുൽ ആലമാണ്, അള്ളാഹുവിനെ പോലെ തദ്ബീർ ചെയ്യുന്ന മുദബ്ബിറുൽ ആലം, ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന മുദബ്ബിറാണ് എന്ന ഒരു വാദം അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ഇല്ല. ആദ്യം മനസ്സിലാക്കണം. മുദബ്ബിറുൽ ആലം, മുത്ലഖായ മുദബ്ബിറുൽ ആലം ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉർ റാസിഖുൽ മുസവ്വിറു, എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് അല്ലാഹു തആല മാത്രമാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം. അത് സുന്നികൾ വിശ്വസിക്കുന്നത് അപ്രകാരം തന്നെയാണ്. അല്ലാതെ അല്ലാഹു തആലക്ക് പുറമെ മുദബ്ബിറുല്ലാലമായ മറ്റൊരു ശക്തി ലോകത്ത് ഉണ്ട് എന്ന് ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. ഞാനടക്കമുള്ള ഒരൊറ്റ സുന്നിയും അത് വിശ്വസിക്കുന്നില്ല. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രചരിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും കള്ളത്വരീക്കത്തുകാരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് അവരുമായുള്ള സംവാദത്തിൽ നിങ്ങൾ അവർക്ക് ചോദിക്കാവുന്നതാണ്, അവരോട് ചോദിക്കാവുന്നതും ആണ്. ഇനി ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ശ്രദ്ധിക്കുക, ഇത് അല്ലാത്തവരോട് ഇത് പറയാൻ പറ്റുമോ പറ്റൂല എന്നാണ്. ഞാനിത് പറ്റുമെന്ന് പറഞ്ഞാൽ മൗലവിമാരും മുജാഹിദുകളും അപ്പോൾ പറയും, മൗലവി ഗാഫിറായി പോയി. വേണ്ട, എൻ്റെ പേരിൽ അങ്ങനെ ഒരു ആക്ഷേപം വരണ്ട. ഞാൻ വായിക്കുന്ന കിതാബ് രേഖ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയാം, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തിന്റെ വിശദീകരണം അദ്ദക്തോർ സാലിഹ് ബിൻ ഫൗസാൻ ബിൻ അബ്ദുല്ലാഹിൽ ഫൗസാൻ, മുജാഹിദിന്റെ പരമോന്നത നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ദുറൂസ് മിനൽ ഖുർആനിൽ കരീം എന്ന ഗ്രന്ഥത്തിന്റെ 52-ാമത്തെ പേജ് മുതൽ അദ്ദേഹം വിവരിക്കുകയാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നത് വഹുവ ദുആഉ മസ്അല. അത് ദുആ ആണ്, പക്ഷെ അത് മസ്അലയാണ്. ദുആഉ ഇബാദത്തും ആണ്. ദുആ മസ്അലയാണ്, ദുആ ഇബാദത്തും ആണ്. ഇബാദത്തിന്റെ ചോദ്യവുമാണ്, അതുപോലെ തന്നെ കേവല ചോദ്യവും ആണത്. രണ്ടായിട്ടും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയാ, കാരണം ഹിദായത്ത് 4 വിധമുണ്ട്. ഒന്നാമത്തത് ഹിദായത്തു ദലാലത്തി വൽ ഇർഷാദ്. ഹിദായത്തു ദലാല വൽ ഇർഷാദ് എന്ന അടിസ്ഥാനത്തിൽ അത് ദുആ ഇബാദത്താണ്. രണ്ടാമത്തത് രണ്ടാമത്തത് ദുആ മസ്അല എന്ന് പറഞ്ഞത് മിൻ ഹൈസുൽ ഹാദി വൽ മുർഷിദ് എന്ന തലത്തിലാണ്. ഫയദ്ഖുലു ഫീഹ റസൂലു, അതിൽ റസൂലും. അപ്പൊ ഹിദായത്താക്കുന്നവൻ ആരായിരിക്കും? റസൂലായിരിക്കും. അള്ളാന്റെ റസൂൽ നമ്മളെ ഹിദായത്താക്കി എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ റസൂൽ അതിനുള്ള സബബായി നമ്മെ ഹിദായത്താക്കി, അതിനുള്ള വഴി കാണിച്ചു തന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹിനോട് നബിയെ എന്നെ ഹിദായത്താക്കണേ എന്ന് പറഞ്ഞാൽ നബി അതിനുള്ള വഴി കാണിച്ചു തരണേ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ അത് ദുആ മസ്അലയാണ്, ദുആ ഇബാദത്ത് അല്ല. ഫഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, സൂറത്ത് ശൂറ 52-ന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സാലിഹ് ബിൻ ഫൗസാൻ ബിൻ അബ്ദുല്ലാഹിൽ ഫൗസാൻ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹിദായത്ത് അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു തലമുണ്ട് എന്നും അള്ളാഹ് എല്ലാത്തവരോട് ചോദിക്കുന്ന ഒരു തലമുണ്ട് എന്നും, 2 തലത്തിൽ അള്ളാഹിനോടും അള്ളാഹു അല്ലാത്തവരോടും ചോദിച്ചാൽ അള്ളാഹ് അല്ലാത്തവരോട് ചോദിക്കുന്ന തലത്തിലുള്ള ചോദ്യം ഷിർക്കല്ല എന്നും സാലിഹ് ബിൻ ഫൗസാൻ ബിൻ അബ്ദുല്ലാഹിൽ ഫൗസാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വബില്ലാഹി തൗഫീഖ് വബിഹി നസ്തഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ അഷ്റഫ് ബാക്കവി മുജാഹിദ് പക്ഷത്തുള്ള ഈ ഉള്ളവന്റെ ഒന്നാമത്തെ ചോദ്യത്തിനായി മറുപടി പറഞ്ഞിട്ടുള്ളത് മുദബ്ബിറുൽ ആലം അള്ളാഹു മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
എന്നാൽ സമസ്തയുടെ എക്കാലത്തെയും വലിയ നേതാവായി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമസ്തക്കാർ സുൽത്താനുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് മുദബ്ബിറുൽ ആലമാണ് CM മടവൂര് എന്ന്. എന്നാൽ ആ ഒരു വിശ്വാസം സമസ്തക്കാർക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഏതായിരുന്നാലും വഫാത്തായ മഹാത്മാക്കളോട് ഹിദായത്ത് തേടുന്നതിന്, ഇസ്തിഗാസ നടത്തുന്നതിന് അത് അനുവദനീയമാണ്, ജായിസാണ്, പുണ്യമുള്ളതാണ്, ഷിർക്കല്ല എന്ന് തെളിയിക്കാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ എന്നൊരായത്ത് ഉദ്ധരിക്കുവാനോ സഹിയായ ഒരു ഹദീസ് ഉദ്ധരിക്കുവാനോ സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിൽ വിശദീകരിക്കുവാനോ ബാഖവിക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ മഹാന്മാർ ഹിദായത്തിൻ്റെ വഴികാട്ടികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ, ആലിമീങ്ങൾ, അവർ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുകളും പ്രബോധനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഹിദായത്തിൻ്റെ മാർഗം കാണിച്ചു കൊണ്ടിരിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല. എന്നാൽ ഇവിടെ വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ തേടുന്നത് അനുവദനീയമാണ്, ജായിസാണ്, പുണ്യമുള്ളതാണ്, ഷിർക്കല്ല എന്ന് തെളിയിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവിടുത്തെ ഒരു സുന്നത്ത്, സ്വഹിയായ ഹദീസ് സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിൽ ഉദ്ധരിക്കാൻ സാധിക്കുമോ? അതാണ് ഈ ഉള്ളവൻ്റെ ഒന്നാമത്തെ ചോദ്യം. അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ 23 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജീവിച്ച് മാതൃകയായി നമുക്ക് കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അവിടുത്തെ സ്വഹാബിമാരെ കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും മഖ്ബറയിലേക്ക് പോയിക്കൊണ്ടോ അല്ലാതെയോ മരണപ്പെട്ടുപോയ വഫാത്തായ ഏതെങ്കിലും മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം പ്രമാണബന്ധിതമായി ബഹുമാനപ്പെട്ട ബാഖവിക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ എന്നതാണ്. എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാന്തപുരം ബഹുമാനപ്പെട്ട CM മടവൂരിനെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സഹോദരൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, കാന്തപുരം എന്നല്ല, ലോകത്തെ ആരെക്കുറിച്ച് തദ്ബീർ പറഞ്ഞാലും അതൊക്കെ മുഖയ്യദായ തദ്ബീറാണ്, മുത്ലഖായ തദ്ബീർ അല്ല. മുത്ലഖായ തദ്ബീർ, നിരുപാധികം ലോകത്തിന്റെ നിയന്ത്രണം അള്ളാഹ്ക്ക് മാത്രമാണ്. ഉപാധികളോടെ മറ്റുള്ളവർക്ക് അള്ളാഹു തആല നൽകിയിട്ടുള്ളൂ. അതാണ് കാന്തപുരം പറഞ്ഞതും. ലോകത്തിന്റെ തദ്ബീർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉപാധികളുടെ അടിസ്ഥാനത്തിലും വ്യവസ്ഥയിലും മാത്രമാണ്. ഉപാധികളില്ലാതെ നിരുപാധികം മുത്ലഖായ തദ്ബീർ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇതാണ് ആ പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് സഹോദരൻ മനസ്സിലാക്കുക. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ഇസ്തിഗാസ അനുവദനീയമാണെന്നതിന് എന്തെങ്കിലും ഒരു രേഖ ഉദ്ധരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചോദ്യം. മൗലവിയുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇസ്തിഗാസ അനുവദനീയമാണെന്നതിന് ഖുർആനിൽ നിന്നൊരു തെളിവ് പറയണമെന്ന. ആ ചോദ്യം കേൾക്കുമ്പോൾ വലിയ ചോദ്യമായിട്ട് നമുക്ക് നല്ല ചോദ്യമായിട്ടൊക്കെ തോന്നും. അതൊരു റെഡിമെയ്ഡ് ചോദ്യമാണ്. സാധാരണഗതിയിൽ മുജാഹിദീങ്ങൾ ചോദിക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന്റെ അർത്ഥശൂന്യത ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവ 21-ാം വാള്യം 535-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇഅ്ലം, അറിയണം, അന്നൽ അസ്ല ഫീ ജമീഇൽ അഅ്യാനിൽ മൗജൂദ അല ഇഖ്തിലാഫി അസ്നാഫിഹാ വതബായുനി ഔസാഫിഹാ അൻ തകൂന ഹലാലൻ മുത്ലഖൻ ലിൽ ആദമിയീൻ. ദുനിയാവിൽ നിന്നുള്ള ഏത് വിഷയത്തിലും മുപ്പരദാ പറഞ്ഞത് അല ഇഖ്തിലാഫി അസ്നാഫിഹാ വതബായുനി ഔസാഫിഹാ, ഏത് വിഷയത്തിലും നിയമം, അടിസ്ഥാന പ്രമാണം അൻ തകൂന ഹലാലൻ മുത്ലഖൻ ലിൽ ആദമിയീൻ, അത് മനുഷ്യന്മാർക്ക് അള്ളാഹ് അനുവദിച്ചതാണ് എന്നാണ്. ഏത് വരേക്കും ഇതുണ്ട്. അള്ളാഹ് ഹറാമാക്കാത്ത കാലത്തോളം, റസൂലുള്ള ഹറാമാക്കാത്ത കാലത്തോളം, അള്ളാഹ് ശിർക്കാണെന്ന് പറയാത്ത കാലത്തോളം, റസൂലുള്ള ശിർക്കാണെന്ന് പറയാത്ത കാലത്തോളം അത് അനുവദനീയമാണ്, ഇതൊരടിസ്ഥാന പ്രമാണമാണ് എന്ന് പഠിപ്പിക്കുന്നത് മുജാഹിദിന്റെ നേതാവ് ഇബ്നു തൈമിയ്യ. അപ്പൊ ഇസ്തിഗാസ അള്ളാഹ് ഹറാമാക്കിയിട്ടില്ല, അള്ളാഹ് ശിർക്കാക്കിയിട്ടില്ല, റസൂലുള്ള ഹറാമാക്കിയിട്ടില്ല, റസൂലുള്ള ശിർക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം അനുവദനീയമാണെന്നത് അടിസ്ഥാന പ്രമാണമായി അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇത് മുജാഹിദ് നേതാവ് ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. വബില്ലാഹി തൗഫീഖ് വബിഹി നസ്തഈൻ. ഈ വിഷയത്തിൽ ഇസ്തിഗാസ അനുവദനീയമാണ് എന്ന് പറയുന്ന കാലത്തോളം ആ കാര്യത്തിന് തെളിവ് ഖുർആനിൽ നിന്ന് കൊണ്ടുവരണം എന്ന ചോദ്യം മസ്താനത്താണ് എന്നാണ് പറയുന്നത്. കാരണം ഒരു കാര്യം എല്ലാ ദുനിയാവിൽ അള്ളാഹ് അനുവദിച്ച എല്ലാ കാര്യത്തിനും ഖുർആനിന് തെളിവ് കിട്ടണം, എന്നാലേ ആ കാര്യം അനുവദനീയാകൂ എന്ന് പറയല് ഒരു ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ അറിവ് കുറവാണ്. ഇപ്പോ ഒരാൾ പറയാ, ഞാൻ മുന്തിരി ജ്യൂസ് കുടിക്കുന്നതിന്റെ വിധി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് അനുവദനീയാണ്.
അനുവദനീയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലെ മൊയ്ലാരെ ഖുർആനിന് തെളിവ് കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അക്കാര്യം അള്ളാഹ് ഹറാമാക്കിയിട്ടില്ല കുട്ടി. അള്ളാഹ് അക്കാര്യം ഹറാമാക്കിയിട്ടില്ല, തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. റസൂലുള്ള അത് നിരാകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുന്തിരി ജ്യൂസ് കുടിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ പറയും. അല്ലാതെ ഖുർആനിൽ നിന്ന് തെരഞ്ഞിട്ട് മുന്തിരി ജ്യൂസ് കുടിക്കൽ ഹറാമാണ് അല്ലെങ്കിൽ അനുവദനീയമാണ് എന്നതിന് തെളിവ് തെരഞ്ഞെടുക്കുക ഇല്ല. അതൊരു തെറ്റായ സമീപനാണ്. അള്ളാഹ് ഹറാമാക്കാത്ത കാലത്തോളം, അള്ളാഹ് ശിർക്കാക്കാത്ത കാലത്തോളം ഏതൊരു കാര്യവും ശിർക്കും ഹറാമും ആകൂല. അതുകൊണ്ട് തന്നെ ഇസ്തിഗാസ അള്ളയോ അള്ളാന്റെ റസൂലോ ശിർക്കും ഹറാമുമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്, ഹറാമാണ് എന്ന് പറയൽ മതത്തിൽ കരിഞ്ചന്ത ചേർക്കലാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വബില്ലാഹി തൗഫീഖ് വബിഹി നസ്തഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്തയുടെ പക്ഷത്ത് നിന്ന് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ അഷ്റഫ് ബാക്കവിക്ക് മുജാഹിദ് പക്ഷത്ത് നിന്നുകൊണ്ട് ഈ ഉള്ളവന്റെ ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളിൽ നിന്ന് ഒരു സ്വഹിയായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് വഫാത്തായ മഹാത്മാക്കളോട് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ അത് ശിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ് എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇബ്നു തൈമിയയുടെ ചില പരാമർശങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിലക്കിയിട്ടില്ല, ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല, ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, വഫാത്തായ മഹാത്മാക്കളോട് സമസ്തക്കാർ ചെയ്യുന്ന ഇസ്തിഗാസ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ സമസ്തക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തക്കാരുടെ ആദർശത്തിൽ എന്താണ് ഇബാദത്ത്, എന്താണ് ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന ദുആ അഥവാ പ്രാർത്ഥന, എന്താണ് ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന ദുആഇൻ്റെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസ സഹായാർത്ഥന എന്ന് അദ്ദേഹം കൃത്യമായി ഇവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതാണ് മുജാഹിദ് പക്ഷത്തുള്ള ഈ ഉള്ളവിൻ്റെ മൂന്നാമത്തെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രിയങ്കരനായ മൗലവി സാഹിബിന്റെ ഒന്നാമത്തെ ചോദ്യം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നത് അല്ലാഹ് അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റുമെന്നാണ്. അതിന് കൃത്യമായി മുജാഹിദിന്റെ നേതാവ് സാലിഹുൽ ഫൗസാൻ ബിൻ അബ്ദുല്ലാഹിൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ ദുറൂസ് മിനൽ ഖുർആനിൽ കരീം എന്ന ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ മറുപടി പറഞ്ഞപ്പോ മിണ്ടാട്ടമില്ല മൗലവിമാർക്ക്. രണ്ടാമത്തെ ചോദ്യം ഖുർആനിലുണ്ടോ ഇസ്തിഗാസ അനുവദനീയമാണെന്ന് കൃത്യമായി ഇബ്നു തൈമിയയുടെ മജ്മുഉൽ ഫതാവ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചോദ്യം തന്നെ മൗഢ്യമാണ്. അതാരാ പറഞ്ഞത്? ഇബ്നു തൈമിയ. മുണ്ടാട്ടില്ല, മുണ്ടാൻ കഴിയുന്നില്ല. എന്നിട്ട് പറയാ, ഒരു ആവേശത്തിൽ സമാധാനത്തിന് പറയാ, ഇത് ഞാൻ മറുപടി പറഞ്ഞില്ല, മൗലിയാർ മറുപടി പറഞ്ഞില്ല. സമാധാനത്തിന് നല്ലതാ, സ്വന്തം സമാധാനം അതുകൊണ്ട് കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ, പരാതിയില്ല. ഏതായാലും രണ്ട് ചോദ്യത്തിനും കൃത്യമായ മറുപടി പറഞ്ഞു. അപ്പോ മൂപ്പർക്ക് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമും വിട്ട് അതുപോലെ തന്നെ ഖുർആനിലുള്ള തെളിവ് ചോദിക്കലും നിർത്തി മൂപ്പര്. കാരണം മൂപ്പർക്കറിയാം ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം കിട്ടേണ്ടത് രൂപ കെണുപ്പിന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് മൂപ്പര് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോ മാഷാ അല്ലാഹ് മൂന്നാമത്തെ ചോദ്യം നമ്മുടെ മൗലവി സാഹിബ് ചോദിച്ചു കഴിഞ്ഞു. എന്താ അദ്ദേഹത്തിന്റെ ചോദ്യം? ഒരു കാര്യം എപ്പോഴാണ് ആരാധനയാകുന്നത്, എപ്പോഴാണ് ആരാധനയല്ലാത്തതാവുന്നത്? ഉദാഹരണം എഴുത്തിദാല് റുകൂഇന് ശേഷമുള്ള എഴുത്തിദാല് ഇബാദത്താണ്. എന്നാൽ കേവല നൃത്തം ഇബാദത്തല്ല. എന്തുകൊണ്ടല്ല? അതാണ് മനസ്സിലാക്കേണ്ടത്. എഴുത്തിദാല് എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, അത് നൃത്തം തന്നെയാണ്. പക്ഷെ അത് ഇബാദത്താകും. അത് അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, അതിന്റെ പരിധിയിൽ വരണം. അതിനല്ലേ കൃത്യമായ ഡെഫിനേഷൻ മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത്. കേവലം നൃത്തം ഇബാദത്തല്ല, എന്നാൽ എഴുത്തിദാല് ഇബാദത്താകും. ഞാൻ നേരത്തെ പറഞ്ഞ സാലിഹുൽ ഫൗസാൻ ബിൻ അബ്ദുല്ലാഹിൽ ഫൗസാന്റെ ഉദ്ധരണി അദ്ദേഹം ശരിക്ക് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ ഈ ചോദ്യം അദ്ദേഹത്തിന് വേസ്റ്റായി പോകില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാലിഹുൽ ഫൗസാൻ എന്താ പറഞ്ഞത്? ഒരാളോട് ഹിദായത്തിനെ ചോദിച്ചാൽ അത് ഇബാദത്താകുന്ന ചോദ്യമുണ്ട്, ഇബാദത്തല്ലാത്ത ചോദ്യമുണ്ട്. ഇബാദത്താകുന്ന ചോദ്യം ഏതാണ്? അത് ദലാലത്തി ഇർഷാദിന്റെ ഹൈസിയത്തിലുള്ള ചോദ്യമാണ്. അഥവാ അല്ലാഹുവേ നീ എനിക്ക് മാർഗദർശനം കാണിക്കണം എന്ന് പറഞ്ഞാൽ ആ ഹക്കിനെ നീ എനിക്ക് വേണ്ടി പടച്ചു തരണം. ഖൽഖ് ഈജാദിന്റെ ഹൈസിയത്തിലൂടെയാണെങ്കിൽ അത് ഇബാദത്താണ്. അതല്ലാതെ സബബിയത്ത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബിയെ എന്നെ ഹിദായത്താക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള വഴി കാണിച്ചു തരണം എന്നാണ്. ആ ഹൈസിയത്തിലാണെങ്കിൽ അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന നേട്ടമല്ല.
ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. അള്ളാഹുവേ നീ എനിക്കൊരു കുഞ്ഞിനെ തരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനെ നീ എനിക്ക് പടച്ചു തരണമെന്നാണ്, ഖൽഖ് ഈജാദ് ചെയ്തു തരണമെന്നാണ്. എന്നാൽ ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരെ തന്നെ കൂട്ടാം നമുക്ക്. ബദരീങ്ങളെ എനിക്കൊരു കുട്ടിനെ തരണം എന്ന് പറഞ്ഞാൽ ഖൽഖും ഈജാദും തരണം, ചെയ്തു തരണം എന്നല്ല, മറിച്ച് അതിന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നത് നിങ്ങൾ ചെയ്യണേ എന്നാണ്. ഷഫാഅത്താവാം, പ്രാർത്ഥനയാവാം, മറ്റ് ഏതെല്ലാം തരത്തിലുള്ള ആ ഒരു സബബിയത്തും ആവാം. അതിന് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്തു തരണം എന്നാണ്, അല്ലാതെ എനിക്കൊരു കുട്ടിനെ പടച്ചു തരണം എന്നല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മുജാഹിദ് സംവാദത്തിൽ സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ അഷ്റഫ് ബാക്കവി, മുജാഹിദ് പക്ഷത്ത് നിന്നുകൊണ്ട് ഈ ഉള്ളവന്റെ മൂന്നാമത്തെ ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് ഉദ്ധരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിൽ നിന്ന് സുന്നത്തുകളിൽ നിന്ന് ഒരു സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കാൻ, സ്വഹാബിമാരുടെ പ്രവർത്തികൾ പറയാൻ, താബഈങ്ങളുടെ പ്രവർത്തികൾ പറയാൻ, താബഈങ്ങളുടെ പ്രവർത്തികൾ പറയാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിവാസ അത് ശിർക്കല്ല, ജായിസാണ്, പുണ്യമുള്ളതാണ്, ഇസ്ലാമികമാണ്, തൗഹീദാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമസ്തക്കാർ, സമസ്തയുടെ അഷ്റഫ് ബാക്കവിക്ക് അത് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മുജാഹിദുകൾ എന്തുകൊണ്ടാണ് വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കാണ് എന്ന് പറയുന്നത്? അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നു, അത് ദുആഇന്റെ പരിധിയിൽ വരുന്നു. ദുആഇന്റെ പരിധിയിലുള്ള ഇസ്തിഗാസയാണ്. അതിന് കൃത്യമായി ഇവിടെ തഅരീഫ് ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ സമസ്തയുടെ പക്ഷത്തുള്ള അഷ്റഫ് ബാക്കവിക്ക് അദ്ദേഹത്തോട് മൂന്നാമത്തെ ചോദ്യമായി ചോദിച്ചത് എന്താണ് ഇബാദത്ത്, എന്താണ് ദുആ, എന്താണ് ദുആഇന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന, എന്താണ് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിവാസ എന്താണ്, അതിവിടെ കൃത്യമായി വിശദീകരിച്ചിട്ട് അതിനൊരു മറുപടി നൽകാൻ, അത് വിശദീകരിക്കാൻ അഷ്റഫ് ബാക്കവിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇബ്നു തൈമിയയെക്കുറിച്ചും സ്വാലിഹ് അൽ ഫൗസാനെ കുറിച്ചുമാണ്. ഇത് സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാണോ? സമസ്തക്കാരെന്താണ് ഇവരെ കുറിച്ച് പറയുന്നത്? അത് മുജാഹിദുകളുടെ നേതാക്കളാണ്, സലഫികളുടെ നേതാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരല്ല. ഇൻഷാ അല്ലാഹ് വിഷയത്തിൽ വേറെ നമുക്കൊരു സംവാദം സംഘടിപ്പിക്കാം. ഇവിടെ നാലാമതായി താങ്കളോട് ചോദ്യമായ അഷ്റഫ് ബാക്കവിയോട് മുജാഹിദ് പക്ഷത്ത് നിന്നുകൊണ്ട് നാലാമത്തെ ചോദ്യമായി ചോദിക്കുന്നത്, സമസ്തക്കാരായ നിങ്ങൾ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും മുദബ്ബിറുൽ ആലമാണ് CM മടവൂർ എന്നാണല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അമ്പിയാക്കളും സ്വഹാബിമാരും തബഈങ്ങളും തബഉ തബഈങ്ങളും അവരൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിൽ മുദബ്ബിറുൽ ആലമാണോ? എങ്കിൽ അവരൊക്കെ ഈ ഇഹലോകത്ത് എന്തെല്ലാം നിയന്ത്രിച്ചു, ഏതെല്ലാം കാര്യങ്ങളാണ് അവരെ നിയന്ത്രിച്ചത്? അവർക്ക് നിയന്ത്രിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തത് ഏതെല്ലാം കാര്യമാണ്? അതേപോലെ CM മടവൂരിനും നിയന്ത്രിക്കാൻ ഏതെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തത് എന്ന് കൃത്യമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗലവി സാഹിബിന്റെ നാലാമത്തെ ചോദ്യവും നിങ്ങൾ കേട്ടല്ലോ. ഒരു ചോദ്യമെങ്കിലും മൗലവി നിങ്ങളൊന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് നന്നായിട്ടൊന്ന് അവതരിപ്പിക്കാനൊന്ന് ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മൾ വെറുതെ മെനക്കെടുകയല്ലേ, ജനങ്ങളുടെ സമയം വെറുതെ നശിപ്പിച്ച് കളയരുത് എന്നൊരു അഭ്യർത്ഥന. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യം പോലെ ചെയ്യട്ടോ, നിങ്ങളെ അവസരമാണ്. പ്രിയ സഹോദരൻ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു. എന്താ അങ്ങയുടെ ചോദ്യം ഉണ്ടായത്? ഇവിടെ ഈ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് അല്ലാഹ് അല്ലാത്തവരോട് പറയാൻ നിർവാഹമുണ്ടോന്ന് ഞാൻ പറഞ്ഞു. സാലിഹുൽ ഫൗസാൻ ബിൻ അബ്ദുല്ലാഹിൽ ഫൗസാൻ ഞങ്ങൾ അംഗീകരിക്കുന്ന നേതാവൊന്നുമല്ല, ഇങ്ങളെ നേതാവ്. ഞങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു ഹജറിനിൽ ഹൈതമി, ഇമാം റാസി, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജറിനിൽ അസ്ഖലാനി ഒക്കെ നിങ്ങളോട് പറയുമ്പോൾ അതൊക്കെ മൊല്ലമാരല്ലേ നിങ്ങൾ പറയില്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഷെയ്ഖായിട്ട് കൊണ്ടു നടക്കുന്ന ഇവരെയൊക്കെ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങൾ അംഗീകരിക്കുന്ന ആളുകളെ കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ല, തള്ളിക്കളിയാണ്, ഇപ്പൊ മൈൻഡേ ചെയ്യുന്നില്ല. സാലിഹുൽ ഫൗസാൻ നിങ്ങൾക്ക് വലിപ്പം മതിയാവുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അദ്ദേഹം പറഞ്ഞ ഉദ്ധരണി അദ്ദേഹത്തിന്റെ ദുറൂസും മിനൽ ഖുർആനിൽ കരീം എന്ന ഗ്രന്ഥത്തിന്റെ 52-ാമത്തെ പേജിൽ നിന്ന് ഞാൻ എടുത്ത് അതിന് കൃത്യമായ മറുപടി തന്നു. എന്നിട്ട് നിങ്ങൾ പറയാ മറുപടി തന്നില്ല, അതിനിപ്പോ രക്ഷയില്ല, അതിന് രക്ഷയില്ല. അത് കായക്കൊടി സാഹിബിന്റെ ശൈലി തന്നെയാണ്. രണ്ടാമത് നിങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ ചോദ്യം? ഖുർആനെന്ന് തെളിയിക്കണം. ഇബ്നു തൈമിയ്യ പറഞ്ഞു മജ്മുഉൽ ഫതവയിൽ ഖുർആൻ തെളിവ് ചോദിക്കാൻ പാടില്ല, ചോദിക്കൽ അസംബന്ധാണ്. എന്താ ചെയ്യുക? അത് തന്നപ്പോ നിങ്ങൾ പറയാൻ നിങ്ങളെന്താ ഇബ്നു തൈമിയ്യനെ കൊണ്ടുവരുന്നു? ഇബ്നു തൈമിയ്യ നിങ്ങളെ നേതാവാ. നിങ്ങളെ നേതാവ് പറഞ്ഞത് ആ അടിസ്ഥാനത്തിലെങ്കിലും ആ അസുലുമല്ലെങ്കിലും നിങ്ങൾ നിൽക്കണം, എന്നിട്ട് വേണം സംവാദത്തിൽ ചോദ്യം ചോദിക്കാൻ. നിങ്ങളെ ചോദ്യം കംപ്ലീറ്റ് മമ്പം പരാജയമാണ്.
മൂന്നാമത് നിങ്ങളുടെ ചോദ്യം എന്താണ് ഇബാദത്ത് ആകുന്നതും ഇബാദത്ത് അല്ലാത്തതും? ഒരു കാര്യം ഇബാദത്താവാനും അല്ലാതിരിക്കാനുമുള്ള മാനദണ്ഡം എന്താ? നിങ്ങൾ ചോദിച്ചാൽ അതല്ലേ. അതിനല്ലേ സാലിഹുൽ ഫൗസാൻ ഹിദായത്തിനെ തേടുക എന്നുള്ളത് ഇബാദത്താകുന്നത് കൊണ്ട് അല്ല, കേവലം ദുആ മസ്അലയും ഉണ്ട്. ആ കേവലം ദുആ മസ്അലയാകുന്ന ഇന്ന രൂപത്തിലാണ്, ഈ അതുപോലെ തന്നെ ദുആ ഇബാദത്താകുന്ന ഇന്ന രൂപത്തിലാണ് എന്ന് ഇബ്നു സാലിഹുൽ ഫൗസാന്റെ ഉദ്ധരണി അതിന് കൃത്യമായി അതിന് രേഖയായി ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞല്ലോ. നിങ്ങളുടെ ചെവിയിൽ അത് കയറിയില്ല. നിങ്ങളുടെ നാലാമത്തെ ചോദ്യം ഇങ്ങൾക്ക് എന്നെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നാണ് എനിക്കുള്ള സംശയം. നിങ്ങള് CM മടവൂര് മുദബ്ബിറുൽ ആലമാണ് എന്ന് ഞങ്ങൾ വാദിക്കുന്നുണ്ട് എന്ന് വീണ്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മുദബ്ബിറുൽ ആലം മുത്തലഖൻ അള്ളാഹു മാത്രമേ ഉള്ളൂ, അതാണ് സുന്നി വിശ്വാസം. പിന്നെ കാന്തപുരം പറഞ്ഞത് മുത്തലഖൻ മുദബ്ബിറുൽ ആലം എന്നല്ല, ഉപാധികളോട് കൂടെ തദ്ബീർ അല്ലാഹു തആല ഔലിയ ഇന്ന് നൽകിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് നിങ്ങൾ രേഖ ചോദിച്ചോളൂ, ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാലോ. നിങ്ങൾക്ക് രേഖ വേണോ? നിങ്ങൾ ചോദിക്ക്, ഇൻഷാ അല്ലാഹ് എണ്ണി 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 പറയും ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖോട് കൂടെ. അൽ-ഇസാബ ഫീ തമീദ് സഹാബ ഇബ്നു ഹജറിൻ അൽ-അസ്ഖലാനി അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദ്യത്തിലേക്ക് വാ. നിങ്ങൾ ചോദ്യം കൃത്യമായി ചോദിക്കാൻ പഠിക്കണം. ആദ്യം ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് എങ്ങനെ ചോദിക്കണം എന്നതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി ചോദിക്ക്. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന്റെ ആകെ തുക എന്താ? ബഹുമാനപ്പെട്ട അംബിയാഇനും ഔലിയാഇനും അല്ലാഹു തആല ഏതെല്ലാം നിലയിലുള്ള തദ്ബീറുകൾ നൽകിയിട്ടുണ്ട് എന്നാണ്. അല്ലാഹു തആല സൃഷ്ടികൾക്ക് ഉപാധികളോട് കൂടെ പല നിലക്കുള്ള തദ്ബീറുകൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണം, മലായികത്തിന് അള്ളാഹു പല നിലക്കും തദ്ബീറുകൾ കൊടുത്തിട്ടുണ്ട്. അംബിയാഇന് തദ്ബീർ കൊടുത്തിട്ടുണ്ട്, ഔലിയാഇന് തദ്ബീർ കൊടുത്തിട്ടുണ്ട്. അത് എവിടെ നിങ്ങൾ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിന് ഞാൻ മറുപടി പറയും. അത് നിങ്ങളിപ്പോൾ ചോദിച്ചിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ തദ്ബീറാണ് കൊടുത്തത് എന്നാണ് ചോദ്യം. കൊടുത്തിട്ടുണ്ടോ ഇല്ലേ അതിന് രേഖ പറയണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട് ചോദ്യം ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം ഞാൻ അതിന് തെളിവ് പറയുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ എന്തൊക്കെ തദ്ബീറാ കൊടുത്തത് എന്നാ? അല്ലാഹു തആലാക്ക് എന്തും കൊടുക്കാം, എന്തിനും തദ്ബീർ, ഏത് തദ്ബീർ കൊടുക്കാനുമുള്ള അവകാശം റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് ഉണ്ട്. ലാ യുസ്അലു അമ്മാ യഫ്അലു ഖുർആൻ പറഞ്ഞല്ലേ, ഇന്നതേ അള്ളാഹ് കൊടുക്കാവൂ, നിങ്ങൾ ആരാ തീരുമാനിക്കാൻ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഓഫീസിൽ നിന്ന് അള്ളാഹ്ക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ട് വേണോ, ഒരു പേപ്പർ കൊടുത്തിട്ട് വേണോ അള്ളാഹ്ക്ക് തീരുമാനിക്കാൻ അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് ഇന്ന തദ്ബീറുകളൊക്കെ ഞാൻ കൊടുക്കും, ഇന്നത് കൊടുക്കൂല എന്ന് പറയാൻ? ഏത് തദ്ബീർ കൊടുത്താലും അത് അള്ളാഹിന്റെ തദ്ബീറിനെ വിധേയമായി കൊണ്ടാണ്. അതാണ് മുഖയ്യദായ തദ്ബീർ. അത് ഔലിയാഇനുണ്ട് അംബിയാഇനുണ്ട്. അത് ഔലിയാഇനുണ്ട് അംബിയാഇനുണ്ട്. അത് ഇൻഷാ അള്ളാഹ് നിങ്ങൾ രേഖ ചോദിക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്യും. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല നിലക്ക് ചോദ്യം ചോദിക്കാനുള്ള തൗഫീഖെങ്കിലും നൽകട്ടെ. ജനങ്ങൾക്ക് കാര്യം പഠിക്കണമല്ലോ. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മുജാഹിദ് സംവാദത്തിൽ സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫ് ബാക്കവി, മുജാഹിദ് പക്ഷത്ത് നിന്ന് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉള്ളവന്റെ നാലാമത്തെ ചോദ്യത്തിനും മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പ്രമാണബന്ധിതമായി അദ്ദേഹം ഈ ഉള്ളവനെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. മാനസികമായി തളർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇവിടെ വഫാത്തായ മഹാത്മാക്കളോട് സമസ്തക്കാരൻ നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കല്ല, ജായിസാണ്, പുണ്യമുള്ളതാണ്, അനുവദനീയമാണ്, ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഉദ്ധരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിൽ നിന്ന് സുന്നത്തുകളിൽ നിന്ന് ഒരു സ്വഹിയായ ഹദീസ് ഉദ്ധരിക്കാൻ സ്വഹാബിമാരും താബിഈങ്ങളും അവരുടെ പ്രവൃത്തിയിലുണ്ട് എന്ന് തെളിയിക്കാൻ, പ്രമാണബന്ധിതമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാൻ ഈ നാലാമത്തെ ചോദ്യം വരെ അദ്ദേഹത്തിന് നാലാമത്തെ ചോദ്യത്തിനുള്ള മറുപടി വരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. എന്നാൽ സമസ്തക്കാര് സലഫി പണ്ഡിതനെന്നും മുജാഹിദ് പണ്ഡിതനെന്നും മുജാഹിദ് നേതാക്കന്മാരാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇബ്നു തൈമിയയെക്കുറിച്ചും സോലിൽ ഫൗസാനെ കുറിച്ചുമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. എന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പേരിൽ ദുർവ്യാഖ്യാനങ്ങൾ നടത്തുകയാണ്. അതേപോലെ തന്നെ ഇബ്നു ഹജർ അസ്കലാനി, ഇമാം നവവി റഹ്മുല്ല, സുബക്കി ഇവരെയെല്ലാം പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തുകയാണ്. എവിടെയാണ് ഇബ്നു ഹജർ അസ്കലാനിയും ഇമാം നവവിയും എവിടെയാണ് വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുന്നത് അനുവദനീയമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, അവർ ചെയ്തിട്ടുള്ളത്? അത് കൃത്യമായി ബാക്കവി തെളിയിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സുബയ്ക്ക് പറഞ്ഞിട്ടുള്ള ഇസ്തിഗാസ എന്താണ്? ഇതൊക്കെ മറ്റൊരു സംവാദത്തിൽ കൃത്യമായി നമുക്ക് സംവദിക്കാം. ഇവിടെ ചോദ്യത്തിന് കൃത്യമായോട് അഞ്ചാമത്തെ ചോദ്യമായി ഈ ഉള്ളവനെ ചോദിക്കുവാനുള്ളത്, നിങ്ങൾ മുദബ്ബിറുൽ ആലമായി വിശ്വസിക്കുന്ന CM മടവൂരിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങളാണ് നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചു നൽകിയിട്ടുള്ളത് ഒന്ന് വിശദീകരിക്കണം. അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ മുദബ്ബിറുൽ ആലമാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുമ്പോൾ മുദബ്ബിറുൽ ആലം എന്നുള്ള നിലയിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നിയന്ത്രിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച് നൽകിയിട്ടുള്ളത്? ഇത് കൃത്യമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇവിടെ നമ്മുടെ ബാബ മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ 5ാമത്തെ ചോദ്യത്തിലേക്ക്, അഥവാ ഈ സെഷനിലെ അദ്ദേഹത്തിന്റെ അവസാന ചോദ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യം, കാന്തപുരത്തിന്, ജീവിച്ചിരിക്കുന്ന കാന്തപുരത്തിന് അല്ലാഹു തആല ഏതെല്ലാം കാര്യത്തിൽ തദ്ബീർ നൽകിയിട്ടുണ്ട് എന്നാണ്. നമ്മുടെ വ്യവസ്ഥയിലെ വിഷയം എന്തായിരുന്നു? മരണപ്പെട്ട മഹത്തുക്കളോടുള്ള സഹായാർത്ഥനയായിരുന്നു. ഇപ്പൊ ചോദ്യം വന്നത് അതിലൊക്കെ മൂപ്പര സംശയമൊക്കെ തീർന്നു എന്ന് തോന്നുന്നു. ജീവിച്ചിരിക്കുന്ന കാന്തപുരത്തിന് ഏതൊക്കെ കാര്യത്തിലാണ് തദ്ബീർ എന്നാണ്. ഉത്തരം പറയാം. ചോദ്യം വിഷയത്തിന് പുറത്തായി എന്നുള്ളത് കൊണ്ട് ഉത്തരം കിട്ടാണ്ടിക്കൊന്നുമില്ല. ഉത്തരം കണക്കിന് തരും ഞാൻ. 2ാമത്തെ ചോദ്യത്തിന്റെ ബാക്കി ഭാഗം, CM മടവൂരിന് അള്ളാഹു ഏതെല്ലാം കാര്യത്തിൽ തദ്ബീർ നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോ CM മടവൂരിനും കാന്തപുരത്തിനും ഒക്കെ അള്ളാഹു ഏതെല്ലാം കാര്യത്തിൽ തദ്ബീർ കൊടുത്തിട്ടുണ്ട് എന്നാണ് മൗലവിന്റെ സംശയം. എന്തായാലും തദ്ബീർ ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല മൗലവിക്ക്. അത് മൂപ്പർക്ക് ഉറപ്പായി. ഇനിയിപ്പോ ഏതെല്ലാം കാര്യത്തിൽ എന്നുള്ളിടത്തേ തർക്കമുള്ളൂ, അതേ മൂപ്പർക്ക് സംശയമുള്ളൂ. എന്തായാലും സംശയം ഇതാ തീർത്തു തരാലോ, കൃത്യമായി തീർത്തു തരാം. ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു, അവിടുത്തെ അൽ-ഇസാബ ഫീ തമീദി സ്വഹാബ 411ാമത്തെ പേജ്, 411ാമത്തെ പേജ്, എൻ്റെ കയ്യിലുള്ള നുസ്ഖ 411ാമത്തെ പേജിലാണ്. മക്തബത്തുൽ അസരിയയുടെ നുസ്ഖയാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ തപ്പി തെരഞ്ഞിട്ട് കാണൂല. മൗലവി അല്ലെങ്കിൽ കേൾക്കുന്ന മറ്റേ മൗലവിമാർ തപ്പിയിട്ട് തെരഞ്ഞിട്ട് കാണാണ്ടായി പോകണ്ട. ഖളിർ അലൈഹിസ്സലാമിന്റെ തർജുമയിൽ അവിടുന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന, ആരാ? പ്രമുഖ താബിഈയാണ്, തർക്കമില്ല. സുഫിയാൻ ഇബ്നു ഉയൈന, ആ സുഫിയാൻ ഇബ്നു ഉയൈനയും സുഫിയാനു തൗരിയും തമ്മിലുള്ള ഒരു സംഭാഷണം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. നീണ്ട സംഭവമാണ്. ആ സംഭവം എന്താ ചുരുക്കി ഞാനങ്ങ് പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന ഒരു ദിവസം മസ്ജിദുൽ ഹറാമിൽ തവാഫ് ചെയ്യുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യനെ വല്ലാത്ത ആകർഷണീയ ശക്തിയുണ്ട് അദ്ദേഹത്തിന്. കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഹൈബത്ത്, എന്തോ ഒരു വഖാർ. സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പറഞ്ഞു, ഇതേതോ കാര്യപ്പെട്ട മഹാനാണ് ട്ടാ, ഇതേതോ കാര്യപ്പെട്ട മഹാനാണ്. അങ്ങനെ സുഫിയാൻ ഇബ്നു ഉയൈന അറിയപ്പെട്ട താബിഈങ്ങളിൽ പ്രമുഖനായ മഹാൻ, അദ്ദേഹം പറയാണ്, ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ പിന്നിൽ ഞങ്ങൾ ഇങ്ങനെ പോയി, അദ്ദേഹത്തോട് പലതും ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അതിനിടയിൽ അദ്ദേഹം ഞങ്ങളോട് ചോദിക്കുകയാണ്, ശരിക്കും ശ്രദ്ധിച്ചോ, അദ്ദേഹം ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ രക്ഷിതാവ് അഥവാ അള്ളാഹു നിങ്ങളോട് എന്താ പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഖുൽന, ഞങ്ങൾ പറഞ്ഞു. സുഫിയാൻ ഇബ്നു ഉയൈന പറയാ, മാദാ ഖാല റബ്ബുന, എന്താ ഞങ്ങളുടെ റബ്ബ് പറയുന്നത്? ഹദ്ദിസ്നാ യർഹമുക്കല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഒന്ന് പറഞ്ഞു തരൂ. ഖാല, അവിടുന്ന് ഖളിർ അലൈഹിസ്സലാം പറയാൻ, അഥവാ ഖളിറാണെന്നൊന്നും ആർക്കറിയില്ല, ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾക്കറിയില്ല. ആ വ്യക്തി പറയാൻ, ഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു, അനല്ലദീ ഇദാ അറത്തു ശൈഅൻ കാൻ, ഞാൻ എന്തൊരു വസ്തു ഉണ്ടാകണമെന്ന് പറഞ്ഞാലും അത് ഉണ്ടാകും, എന്തൊരു കാര്യം നടക്കണമെന്ന് ഞാൻ ചിന്തിച്ചാലും അത് സംഭവിക്കും. അല്ല നിങ്ങളോട് പറയുന്നേ, അല്ല ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം, ഉദ്ദേശിക്കുന്ന പക്ഷം അത് സംഭവിക്കും, ഉണ്ടാകും. അദ്ഉകും ഇലാ അൻ തകൂനൂ ബിഹാലിൻ ഇദാ അറത്തും ശൈഅൻ കാന ലക്കും, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, അഥവാ അല്ല ക്ഷണിക്കുന്നത് എന്തിലേക്കാണ്? ഇലാ അൻ തകൂനൂ ബിഹാലിൻ, ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. ഇദാ അറത്തും ശൈഅൻ, എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ, കാന ലക്കും, നിങ്ങളുടെ ആ ഇഷ്ടപ്രകാരം അത് ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം. ഇതാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നത്. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഖാല ഇബ്നു ഉയൈന, സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പറയാ, സുമ്മ ദഹബ ഫലം നറഹു, പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണുന്നില്ല. ഫലഖീതു സുഫിയാന സൗരി, സുഫിയാനു സൗരി എന്ന മഹാനായ പണ്ഡിതനെ, താബിഈങ്ങളിൽ പ്രമുഖനായ പണ്ഡിതനെ അദ്ദേഹം കണ്ടുമുട്ടി. ഫഅഖ്ബർതുഹു ബിദാലിക, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ, ഫഖാല മാ അശ്ബഹ അൻ യകൂന ഹാദൽ ഖളറു ഔ ബഅദു ഹാഉലാ അൻ യകൂന ഹാദൽ ഖളറ ഔ ബഅദ ഹാഉലാ ഇൽ അബ്ദാൽ, അത് ഏതോ മഹാനായ വലിയാണ്, അബുദാലികളിൽപ്പെട്ട വലിയാണ്, അല്ലെങ്കിൽ ഖളിർ അലൈഹിസ്സലാമാണ്. എന്താ ഖളിർ ഇവിടെ പഠിപ്പിച്ചത്? എന്താ ഖളിർ അലൈഹിസ്സലാം പറഞ്ഞത്? അല്ല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അക്കാര്യം ഉണ്ടാകും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അക്കാര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ ലതർക്കബുന്ന തബഖൻ അൻ തബഖ്, പടിപടിയായി ഉയരണം നിങ്ങൾ. ഇതാ പറഞ്ഞത്, ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം മഹാൻ ഉണ്ടാവണമെന്ന് ഇച്ഛിച്ചാൽ ഉണ്ടാകും. എല്ലാ കാര്യത്തിലും തദ്ബീർ. അത് അല്ലാഹു തആല
അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹുവിന്റെ ഇതിന് വിധേയമായി അള്ളാഹു തആല നൽകിയിട്ടുള്ളതാണ് മഹത്തുക്കൾക്ക്. ഇബ്നു ഹജറിൻ അൽ-അസ്ഖലാനി ഇതിനെ ചോദ്യം ചെയ്യാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ഓഫീസിൽ നിന്നുള്ള ചീട്ടിന്റെ ആവശ്യം ഇനി ലോക മുസ്ലിമീങ്ങൾക്ക് ഇല്ല. വബില്ലാഹിൽ തൗഫീഖ്. നീണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചോദ്യം ചുരുക്കി മൗലവിയോട് എൻ്റെ ചോദ്യ സെഷനിൽ ചോദിക്കുകയാണ്. ഇവിടെ ഇസ്തിഗാസക്ക് ധാരാളം തെളിവുകൾ മൗലവിമാർ ഖുർആനിൽ നിന്ന് ഓതാറുണ്ട്. ധാരാളം ആയത്തുകൾ ഖുർആനിൽ തെളിവുണ്ടെന്ന് വെച്ചാൽ ഖുൽ ഹുവല്ലാഹു അഹദ് അടക്കമുള്ള ആയത്തുകൾ ഓർക്ക് വായി തോന്നിയതെല്ലാം ഓതും. ഇസ്തിഗാസ ശിർക്കാണെന്നതിന് തെളിവ് ചോദിച്ചാൽ ഇവിടെ എൻ്റെ ചോദ്യം, ഇവർ ഓതുന്ന ഖുർആനിൽ നിന്ന് 6000 ചില്ലാനം ആയത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ള ഏതെങ്കിലും ഒരു മഹാൻ അത് ഇസ്തിഗാസ ശിർക്കാണെന്നതിന് രേഖയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ള ഏതെങ്കിലും ഒരു മഹാൻ നിങ്ങൾ ഓതുന്ന 6600 ചില്ലാനം ആയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ഉദ്ധരിച്ചുകൊണ്ട് അത് ഇസ്തിഗാസ ശിർക്കാണെന്നതിന് തെളിവാണ് എന്ന് പറഞ്ഞതിന് രേഖയുണ്ടെങ്കിൽ കൊണ്ടുവരണം. ചോദ്യം മറക്കണ്ട, ഉദ്ധരണി സഹിതം ഉദ്ധരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മുജാഹിദ് സംവാദം സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫ് ബാക്കവി മുജാഹിദ് പക്ഷത്ത് നിന്നുകൊണ്ട് ഈ ഉള്ളവൻ 5 ചോദ്യങ്ങൾ ചോദിച്ചു. വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ്, ഇസ്ലാമികമാണ് എന്നാണല്ലോ സമസ്തയുടെ വാദം. ആ വാദത്തിന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്ത് ഉദ്ധരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളിൽ നിന്ന് സ്വഹിയായ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇന്ന അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന സ്വഹാബിമാർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന താബിഈങ്ങളും ഇന്ന താബിഈങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശദീകരിക്കാൻ അഷ്റഫ് ബാക്കവിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അദ്ദേഹം ജനങ്ങളെ, ശ്രോതാക്കളെ ഖബളിപ്പിക്കുന്നതിന് വേണ്ടി സലഫി പണ്ഡിതന്മാരെന്ന് പറയുന്ന ഇബ്നു തൈമിയയുടെയും അതേപോലെ തന്നെ സ്വാലിഹ് ഫൗസാന്റെയും അതേപോലെ തന്നെ ഇബ്നു ഹജർ അസ്കലാനി, ഇമാം നവവി, സുബക്കി എന്നിവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ ചില ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഖബളിപ്പിക്കുവാനുള്ള ശ്രമമാണ് അഷ്റഫ് ബാക്കവി നടത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളിൽ നിന്ന് അദ്ദേഹത്തിന് തെളിവുകൾ ഉദ്ധരിക്കുവാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ മുദബ്ബിറുൽ ആലം എന്ന് പ്രഖ്യാപിച്ച CM മടവൂരിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നിയന്ത്രിക്കാൻ നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഇതുവരെ മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. പിന്നെ ജീവിച്ചിരിക്കുന്ന അവരുടെ മുദബ്ബിറുൽ ആലമായ AP അബൂബക്കർ മുസ്ലിയാരുടെ പേര് പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന് പൊള്ളിയത്. അത് AP അബൂബക്കർ മുസ്ലിയാർ വഫാത്തായാൽ, മരണപ്പെട്ടാൽ മുദബ്ബിറുൽ ആലമാണല്ലോ സമസ്തക്കാർക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുമ്പോഴും വഫാത്താകുന്ന സന്ദർഭത്തിലും ലോകത്ത് എന്തെല്ലാം നിയന്ത്രിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഉള്ളവൻ സംവാദത്തിൽ ചോദിച്ചത്. അതിനും കൃത്യമായി അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാണ്. എന്താണ് ഇബാദത്ത്, എന്താണ് ദുആ, എന്താണ് പ്രാർത്ഥന, ദുആഇന്റെ പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസ എന്താണ്, താരീഫ് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാൻ പറഞ്ഞിട്ട് സമസ്തയുടെ ഭാഗത്തു നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫ് ബാക്കവിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം അത് വിശദീകരിച്ചാൽ വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നു. ഇബാദത്തിന്റെ പരിധിയിലുള്ള ദുആഇന്റെ പരിധിയിലുള്ള ഇസ്തിഗാസയാണ് എന്ന് ജനങ്ങൾ സത്യം മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ ഭയമുള്ളത്. പിന്നീട് ഇവിടെ പറയുന്നത്, ഇവിടെ സുഫിയാൻ ബിൻ ഉവൈനയുടെ സംഭവമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. നമ്മുടെ വിഷയം വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ മുജാഹിദുകൾ അത് ശിർക്കാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ശിർക്കാണ് എന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ദുആഇന്റെ പരിധിയിലുള്ള പ്രാർത്ഥനയുടെ പരിധിയിലുള്ള ഇസ്തിഗാസ ചെയ്താൽ, സഹായാർത്ഥന ചെയ്താൽ, ലാ യസ്മഉ ദുആഅകും നിങ്ങളുടെ ദുആഇന്റെ പരിധിയിലുള്ള ഇസ്തിഗാസ, സഹായാർത്ഥന അത് കേൾക്കുകയില്ല. വലൗ സമിഉ ഇനി അവർ കേട്ടിരുന്നുവെങ്കിൽ തന്നെ മസ്തജാബു ലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുന്നതുമല്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിർക്കാണ്, അന്ത്യനാളിൽ അവർ നിഷേധിക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഏത് തഫ്സീർ പരിശോധിച്ചാലും നിങ്ങൾക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ദുആഇന്റെ പരിധിയിൽ വരുന്ന, പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസ, സഹായാർത്ഥന എന്ന് കൃത്യമായി ആർക്കും ലളിതമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മുജാഹിദുകൾ പറയുന്നത് വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നു, ദുആഇന്റെ പരിധിയിൽ വരുന്നു, പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നു. അതുകൊണ്ടാണ് ആ സഹായാർത്ഥന ശിർക്കാകുന്നത്. ഇത് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു. ഇതാണ് മുജാഹിദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഞാൻ എന്താ ചോദിച്ചത്, മൂപ്പരെന്താ മറുപടി പറഞ്ഞത്? ഞാൻ പറഞ്ഞു ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ള ആരെങ്കിലും ഒരാൾ ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പരായത്തോതി. എങ്ങനെയുണ്ട്? ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതിന് മറുപടി വന്നിട്ടില്ല മൗലവി. മറുപടി പറയാൻ നിങ്ങളെ കൊണ്ട് സാധ്യവും അല്ല. ചോദ്യം നമ്പർ 2. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അമ്പിയാക്കൾ മരിച്ചോലെ വിളിച്ച് തേടിയിട്ടുണ്ടോ? ചോദ്യല്ലേ? എന്നാ കേട്ടോ, എന്റെ ചോദ്യത്തിലാണ്, ചോദ്യ സമയത്താണ് ഇസ്തിഗാസന്റെ രേഖാ സമർപ്പണം. അതൊരു പുതിയ ശൈലിയാ, പഠിച്ചു വെച്ചോളി. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൻ്റെ സഹോദരങ്ങള് കയറിട്ട് കെട്ടി ചങ്ങലക്കിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗം സൂറത്ത് യൂസുഫിലുണ്ട്. അങ്ങനെ കൊണ്ടുപോയി മറ അലാ മഖ്ബറത്തി ആലി കൻആൻ മഖ്ബറയുടെ സമീപത്ത് കൂടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോകുമ്പോ ഫറആ ഖബ്റ ഉമ്മിഹി, കേട്ടോ, ഉമ്മാന്റെ ഖബറ് കാണുന്നു. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം ഫഖദ് കാന വക്കില ബിഹി അസ്വദ് യഹ്രിസുഹു, അതിനെ പാറാവുകാരനായി ഒരു വ്യക്തിയെ നിയോഗിക്കപ്പെട്ടിരുന്നു. ആ വ്യക്തി അശ്രദ്ധനായി മാറി നിൽക്കുന്ന സമയത്ത് ഫഅൽഖാ യൂസുഫു നഫ്സഹു അലാ ഖബ്രി ഉമ്മിഹി, പഠിച്ചു വെച്ചോ. യൂസുഫ് നബി അലൈഹിസ്സലാം ഉമ്മാന്റെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടു കൂടെ ഉമ്മാന്റെ ഖബറിനെ കെട്ടിപ്പിടിച്ചു. വയഖൂലു, അവിടുന്ന് ഹൃദയം അലിയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇസ്തിഗാസ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ടവർ പറയുകയാ, യാ ഉമ്മ ഇർഫഈ റഅസകി, തല ഉയർത്തൂ, തരീ വലദകി, നിങ്ങളുടെ മകനായി നിൽക്കുന്നത് നോക്കൂ, മുകബ്ബലം മുഖയ്യദം മുസൽസലൻ മഗ്ലൂല, ചങ്ങലക്കിടപ്പെട്ടിരിക്കുന്നു, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫറഖൂ ബൈനി വബൈന വാലിദി, എന്റെ ഉപ്പയായ യാക്കൂബിന്റെയും എന്റെയും ഇടയിൽ എന്റെ സഹോദരങ്ങൾ വിള്ളലുണ്ടാക്കിയിരിക്കുന്നു, വിട്ടുപിരിച്ചിരിക്കുന്നു. വസ്അലില്ലാ, മരിച്ചു കിടക്കുന്ന ഉമ്മാനോട് പറയാ, ഉമ്മ അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യണേ, അയ്യജ്മഅ ബൈനനാ, ഞങ്ങൾക്ക് ഇടയിൽ ഒരുമിച്ച് കൂട്ടാൻ, ഫീ മുസ്തഖരി റഹ്മതിഹി, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. ഇന്നഹു അർഹമുർ റഹീമീൻ, അല്ലാഹു വല്ലാതെ കാരുണ്യം ചെയ്യുന്നവനാണ്. ഈ ഇസ്തിഗാസ എടുത്തുദ്ധരിച്ചത് ഇമാം ഖുർത്തുബി തഫ്സീറിൽ. ചോദിക്കുന്നു, ഈ ഇമാം ഖുർത്തുബിക്ക് തിരിയാത്ത ഷിർക്ക് ഇങ്ങക്ക് ഇവിടുന്ന് കിട്ടി? അതോ ഇമാം ഖുർത്തുബി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന മഹാനായ നബിയുടെ പേരിൽ ഷിർക്ക് ആരോപിച്ചതാണോ? അതല്ല, കബർ കിടക്കുന്ന ഉമ്മാനെ വിളിച്ചുള്ള തേട്ടം ഷിർക്കല്ല എന്ന വാദക്കാരനാണോ ഇമാം ഖുർത്തുബി? എന്റെ ചോദ്യം നമ്പർ 2. മറുപടി പറ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മുജാഹിദ് സംവാദത്തിൽ സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫ് ബാഖവിക്ക് മുജാഹിദ് പക്ഷത്ത് നിന്നുകൊണ്ട് ഈ ഉള്ളവന്റെ 5 ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വഫാത്തായ മഹാത്മാക്കളോട് സമസ്തക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ അത് ഷിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ്, പുണ്യമുള്ളതാണ്, ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ ഇതുവരെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിക്കുവാനോ സ്വഹിയായ ഒരു ഹദീസ് ഉദ്ധരിക്കുവാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. സലഫുസ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദലീൽ പറഞ്ഞുകൊണ്ട് മറുപടി പറയുവാനും അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ സന്ദർഭമാണ്. അദ്ദേഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, സച്ചരിതരായ മുൻഗാമികൾ സലഫുസ് സ്വാലിഹീങ്ങൾ ആരെങ്കിലും സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ഇൻ തദഊഹും എന്ന ആയത്ത് ഇവിടെ ഉദ്ധരിച്ചു. ഈ ആയത്തിനെ അദ്ദേഹം പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക ലോകത്ത് ഒന്നാമത്തെ പ്രമാണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ, വഫാത്തായ മഹാത്മാക്കളുള്ള ഇസ്തിഗാസ അത് ഷിർക്കാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഉള്ളവൻ അത് സമർത്ഥിച്ചിട്ടുള്ളത്. ഒന്നാം പ്രമാണം മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. അത് കൃത്യമായി പറഞ്ഞിട്ട് അഷ്റഫ് ബാഖവി അതിനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, സലഫു സ്വാലിഹീങ്ങൾ സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ ഷിർക്കാണ് എന്ന് പറഞ്ഞു. സമസ്തക്കാരുടെ വിശ്വാസമായ വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അത് ഷിർക്കല്ല, ജായിസാണ്, പുണ്യമാണ്, ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സ്വഹിയായ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ പ്രമാണബന്ധിതമായി ദലീൽ ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കുവാൻ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇതുവരെ താങ്കൾ
മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ മുജാഹിദ് പക്ഷത്ത് നിന്നുകൊണ്ട് സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കാണ് എന്ന് കൃത്യമായി ഇസ്ലാമിക ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് ഒന്നാമത്തെ പ്രമാണമായ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇൻ തദ്ഉഹും എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഉള്ളവൻ ഇവിടെ കൃത്യമായി വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ താങ്കൾ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സലഫു സ്വാലിഹീങ്ങളിൽപ്പെട്ട ആരെങ്കിലും സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് താങ്കൾ പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മുഴുവനും പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 1/3 ഭാഗം ശിർക്ക് എന്താണ് എന്ന് കൃത്യമായി വിശദീകരിക്കുന്നു. ഈ ലോകത്ത് കഴിഞ്ഞു പോയ 1.25 ലക്ഷത്തോളം അമ്പിയാക്കൾ ശിർക്ക് എന്താണ് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തെ പ്രബോധനത്തിൽ 13 വർഷക്കാലം മക്കയിൽ പ്രബോധനം ചെയ്ത് എന്താണ് ശിർക്ക് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്വഹാബിമാർ തബഈങ്ങൾ ശിർക്ക് എന്താണ് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിലുള്ള അഹ്ലുസുന്നയുടെ ആദർശത്തിലുള്ള മുഴുവൻ ഇമാമുമാരും പണ്ഡിതന്മാരും പ്രബോധകന്മാരും എന്താണ് ശിർക്ക് എന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് മുജാഹിദുകളും എന്താണ് ശിർക്ക് എന്ന് കൃത്യമായി വിശദീകരിക്കുന്നത്. സമസ്തക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വഫാത്തായ മഹാത്മാക്കളോട് ചെയ്യുന്ന ഇസ്തിഗാസ അത് ശിർക്കാണ്. അത് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നു, ദുആഇന്റെ പരിധിയിൽ വരുന്നു, പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നു. പ്രാർത്ഥനയുടെ പരിധിയിലുള്ള ഇസ്തിഗാസ സഹായാർത്ഥന അത് ഇബാദത്താകുന്നത് കൊണ്ടാണ് ശിർക്കാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുജാഹിദുകൾ ഈ ആദർശമാണ് 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളെ നിയോഗിച്ചത് ഷിർക്കിലേക്ക് ആപതിച്ചു പോയ സമൂഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക്, തൗഹീദിലേക്ക്, നിർമാർഗത്തിലേക്ക്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ്. അമ്പിയാക്കളുടെ പ്രബോധനം കേട്ടുകൊണ്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അമ്പിയാക്കളെ പിൻപറ്റിയിട്ടുള്ളത്. എക്കാലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇതാണ് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഷിർക്കിലേക്ക് ആപതിച്ചു പോയത്? വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുന്നവരായിരുന്നു ഓരോ സമൂഹം. അതേപോലെ തന്നെ മറ്റു ആരാധനാക്രമങ്ങളും ചെയ്തതുകൊണ്ട് ബഹുദൈവ വിശ്വാസികളായതുകൊണ്ടാണ് അവരെ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് 1.25 ലക്ഷത്തോളം ദൈവദൂതന്മാരെ, പ്രവാചകന്മാരെ, അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. അവരെ പിൻപറ്റിയവരും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും തബഈങ്ങളും അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാരും അഹ്ലുസുന്നയുടെ ഇമാമുമാരും സലഫു സ്വാലിഹീങ്ങൾ ഇമാമുമാരും അവരെ പിൻപറ്റിയവരും ആലിമീങ്ങളും പ്രബോധകന്മാരും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ ചെയ്യുന്ന സമൂഹത്തെയാണ് എന്ന് കൃത്യമായി സമസ്തക്കാരെ മനസ്സിലാക്കുക. ഈ ആദർശമാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഷ്റഫ് ബാക്കവി ഇവിടെ പറഞ്ഞത് യൂസുഫ് നബിയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തന്റെ മാതാവിനോട് പറഞ്ഞു എന്നാണ്. ഇവിടെ തവസ്സുലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പരാമർശിച്ചത്. വഫാത്തായ മാതാവിനോട് ഇസ്തിഗാസ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതല്ലെങ്കിൽ ഏതൊരു മുസ്ലിമും തന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മരണപ്പെട്ടു പോയ ഉമ്മാനെ ഓർത്തുകൊണ്ട് മനസ്സിൽ പറയുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇത് മരണപ്പെട്ടു പോയ മാതാവിനോടോ വഫാത്തായ മഹാന്മാരോടോ നടത്തുന്ന ഇസ്തിഗാസയാണ് എന്ന് ആരാണ് പഠിപ്പിച്ചത്? അള്ളാഹു പഠിപ്പിച്ചോ? റസൂൽ പഠിപ്പിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ ഈ ആയത്ത് അവതീർണമായത്. ഈ ആയത്ത് അവിടുന്ന് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സ്വഹാബിമാർ വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്താൻ തെളിവായിക്കൊണ്ട് ഈ ആയത്ത് തെളിവിന് സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സ്വഹാബിമാർ വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ? അഷ്റഫ് ബാക്കവി കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് യൂസുഫ് നബിയുടെ സംഭവം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് ഷിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുന്ന സമസ്തക്കാരും അഷ്റഫ് ബാക്കവിയും അള്ളാഹുവിന്റെ കോടതിയിൽ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാകും എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചപ്പോ മൂപ്പര് പറയാ ഇസ്തിഗാസ ഇല്ല. ഏത് യാ ഉമ്മ ഇസ്അലില്ലാഹ്, അള്ളഹാനോട് ചോദിക്കണേ, യജ്മഅ ബൈനനാ, ഞങ്ങൾക്കിടയിൽ ഒരുമിച്ച് കൂടാൻ അള്ളഹാനോടൊന്ന് പ്രാർത്ഥിക്കൂ ഉമ്മ എന്ന് മരിച്ച് ഖബറിൽ കിടക്കുന്ന ഉമ്മാനോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് ഇസ്തിഗാസ അല്ല പോൽ. ഇൻഷാ അല്ലാഹ് ജനങ്ങൾ മനസ്സിലാക്കട്ടെ, സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം ഇസ്തിഗാസ ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. ഇരിക്കട്ടോ, അടുത്ത ചോദ്യം നെക്സ്റ്റ് പിടിച്ചു വെച്ചോളൂ. മൂന്നാമത്തെ ചോദ്യം ബഹുമാനപ്പെട്ട സയ്യിദത്തുന സൈനബ് റളിയല്ലാഹു തആല അൻഹ, മൗലവിമാര് ചെവി തുറന്ന് കേൾക്ക്. സൈനബ് റളിയല്ലാഹു തആല അൻഹ തന്റെ സഹോദരനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ശിരസ് വേർപെട്ട് വഫാത്തായി കിടക്കുന്നത് കണ്ട് മനന്നൊന്ത് അവിടുന്ന് വിളിക്കുന്ന ഒരു ഇസ്തിഗാസ കാണാം. യാ മുഹമ്മദാ, മുഹമ്മദ് നബിയെ
സല്ലാ അലൈക മലായികത്തുസ് സമാ, ആകാശത്തുള്ള മലക്കുകൾ അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലട്ടെ. ഹാദൽ ഹുസൈനു ബിൽ അറാ, ഹുസൈനല്ലേ ഈ കിടക്കുന്നത്. മുർമലും ബിദ്ദിമാ, രക്തം പുരണ്ട്, രക്തത്തിൽ കുളിച്ച് പൂഴി പുരണ്ട് കിടക്കുന്നു. മുഖ്തഉൽ അഅ്ളാ, അവയവങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് കിടക്കുന്നു. നബിയെ അങ്ങ് കാണുന്നില്ലേ? യാ മുഹമ്മദ, മുഹമ്മദ് നബിയെ, ബനാതുക സിബായ, അങ്ങയുടെ പെൺമക്കൾ മുഴുവനും ബന്ദികളാക്കപ്പെട്ടിരിക്കുന്നു. വദുർരിയതുക മുഖ്തല, അങ്ങയുടെ കുഞ്ഞുമക്കൾ കൊല്ലപ്പെടുന്നു. നബിയെ അങ്ങ് കാണുന്നില്ലേ എന്ന് ഇസ്തിഗാസ അങ്ങേയറ്റം പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൈനബ് റളിയല്ലാഹു തആല അൻഹ പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പറഞ്ഞു എന്ന് താരീഖ് തുബരിയിൽ ഇബ്നു ജരീർ തുബരി റഹിമഹുല്ലാഹ് 5-ാം വാള്യം 456 രേഖപ്പെടുത്തുന്നു. മൗലവിമാരെ, സലഫു സാലിഹീങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടില്ല അല്ലേ? സലഫു സാലിഹീങ്ങൾ ചെയ്ത ഇസ്തിഗാസ രേഖപ്പെടുത്തിയത് സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഇസ്തിഗാസ ഇമാം ത്വബരി രേഖപ്പെടുത്തി. അദ്ദേഹത്തിന് മനസ്സിലായില്ല, വഫാത്തായി പോയ നബിയെ വിളിച്ച് തേടിയത് തെറ്റായി പോയി, അത് ശിർക്കാണ്, കുഫ്റാണ്. തേടിയിട്ടുള്ള സൈനബ് റളിയല്ലാഹു തആല അൻഹക്ക് തിരിഞ്ഞില്ല. അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആയിരക്കണക്കായ സഹാബത്തുൽ കിറാമിനും തിരിഞ്ഞില്ല. മുജാഹിദ് മൗലവിമാരെ, നിങ്ങളെവിടെ? നിങ്ങളുടെ മതമേതാണ്? അതുകൊണ്ട് പറയണം, ഇത് ശിർക്കാണോ? സൈനബ് റളിയല്ലാഹു തആല അൻഹ ചെയ്തത് ശിർക്കാണോ? അല്ല, ഇമാം ഇബ്നു ജരീർ ത്വബരി ശിർക്ക് പ്രചരിപ്പിച്ചതാണോ? നിങ്ങൾ പറയണം, മറുപടി കിട്ടണം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മുജാഹിദ് സംവാദത്തിൽ സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫ് ബാക്കവി ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കരഞ്ഞുകൊണ്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പക്ഷത്തുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെ കൃത്യമായി മറുപടി പറയാൻ സാധിക്കാതെ അദ്ദേഹം മുജാഹിദ് പക്ഷത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്രവാചകനായ യൂസുഫ് നബിയുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്വഹാബി വനിതയുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ പേരിൽ കളവ് പറയുന്നവരെക്കാൾ, അതിനേക്കാൾ വലിയ അക്രമി ഈ ലോകത്ത് മറ്റാരുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഈ ആയത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനാണല്ലോ അവതീർണമായത്. യൂസുഫ് നബിയുടെ സംഭവം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അവതീർണമായത്. അങ്ങനെയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ ചെയ്യണമല്ലോ. അതിൽ നിന്ന് സ്വഹാബിമാർ ഇസ്തിഗാസ ചെയ്യണമല്ലോ, താബിഈങ്ങൾ ഇസ്തിഗാസ ചെയ്യണമല്ലോ, തബഉ താബിഈങ്ങൾ ഇസ്തിഗാസ ചെയ്യണമല്ലോ, സലഫു സാലിഹീങ്ങൾ ഇസ്തിഗാസ ചെയ്യണമല്ലോ, അഹ്ലു സുന്നയുടെ ആദർശത്തിലുള്ള ഇമാമുമാർ, ആലിമീങ്ങൾ ഇസ്തിഗാസ ചെയ്യണമല്ലോ. ഇങ്ങനെ ആരെങ്കിലും ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് സ്വഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്? കൃത്യമായ ദലീൽ പറഞ്ഞുകൊണ്ട്, പ്രമാണം പറഞ്ഞുകൊണ്ട് സമസ്തക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ്, ഇസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ 5 മറുപടി പറഞ്ഞിട്ടും അഷ്റഫ് ബാക്കവിക്ക് കഴിഞ്ഞിട്ടില്ല. 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അഷ്റഫ് ബാക്കവിക്ക് ഇതുവരെ സമസ്ത പക്ഷത്ത് കൊണ്ട് സംവദിക്കുന്ന അഷ്റഫ് ബാക്കവിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിലും സ്വഹാബിമാരുടെ പേരിലും അതേപോലെ മുഫസ്സിരീങ്ങളുടെ പേരിലും അതേപോലെ തന്നെ അഹ്ലുസുന്നയുടെ ആദർശത്തിലുള്ള ഇമാമുമാരുടെയും പണ്ഡിതന്മാരുടെയും പേരിൽ കളവുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അവലിലേക്ക്, വഴികേടിലേക്ക്, ഷിർക്കിലേക്ക് നയിക്കുകയാണ് സമസ്തക്കാരനായ അഷ്റഫ് ബാക്കവി. ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനു വേണ്ടി അഭിനയിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട് സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മകൻ അതിദാരുണമായി വധിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്തു എന്ന പച്ചക്കളവാണ് ഇവിടെ അഷ്റഫ് ബാക്കവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ കളവുകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവുകൾ പറയുന്നു, അവിടുത്തെ സ്വഹാബിമാരുടെ പേരിലും തബഈങ്ങളുടെ പേരിലും തബൂ തബഈങ്ങളുടെ പേരിലും സലഫുസ് സ്വാലിഹീങ്ങളുടെ പേരിലും അഹ്ലു സുന്നയുടെ ഇമാമുമാരുടെ പേരിലും കളവുകൾ പറഞ്ഞുകൊണ്ട് ഈ സമസ്തക്കാർ അവിടുന്ന് വഫാത്തായ മഹാത്മാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കല്ല, ജായിസാണ്, അനുവദനീയമാണ്, പുണ്യമുള്ളതാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഖുർആനിന്റെയും നബിയുടെയും അതേപോലെ തന്നെ അമ്പിയാക്കളുടെയും സ്വഹാബിമാരുടെയും തബഈങ്ങളുടെയും തബൂ തബഈങ്ങളുടെയും അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാരുടെ പേരിലും സലഫുസ് സ്വാലിഹീങ്ങളുടെ പേരിലും അതേപോലെ തന്നെ സ്വഹാബി വനിതകളുടെ പേരിലും അതേപോലെ തന്നെ സ്വഹാബാക്കളുടെ പേരിലും അതേപോലെ തന്നെ അഹ്ലുസ് സുന്നയുടെ ആദർശത്തിലുള്ള ഇമാമുമാരുടെ പേരിലും പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ
അവലിലേക്ക്, വഴികേടിലേക്ക്, ശിർക്കിലേക്ക് നയിക്കുകയാണ് അഷ്റഫ് ബാക്കുവെ പോലെയുള്ള സമസ്തക്കാർ ചെയ്തുകൊണ്ട്. മുജാഹിദ് പക്ഷത്തോട് താങ്കൾ മൂന്നാമത്തെ ചോദ്യമായി ചോദിച്ചിരിക്കുന്നത്, സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മകൻ അതിദാരുണമായി വധിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗാസ തേടി എന്നാണല്ലോ അങ്ങ് പച്ചക്കളവ് പറഞ്ഞിട്ടുള്ളത്. ഈ ഉള്ളവൻ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം അവിടുന്ന് ജീവിച്ചു വഫാത്തായി? ഏത് ജീവിതചര്യയുടെ, ഏത് സുന്നത്തിന്റെ, ഏത് സ്വഹിയായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്? സഹാബിമാരുടെ ഏത് ജീവിതചര്യയുടെ അടിസ്ഥാനത്തിലാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തിയിട്ടുള്ളത് എന്ന് കൃത്യമായി അങ്ങ് തെളിയിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പേരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും അമ്പിയാക്കളുടെ പേരിലും സ്വഹാബിമാരുടെ പേരിലും തബഈങ്ങളുടെ പേരിലും തബഈങ്ങളുടെ പേരിലും അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാരുടെ പേരിലും സ്വഹാബി വനിതകളുടെ പേരിലും അഹ്ലുസ് സുന്നയുടെ ഇമാമുമാരുടെ പേരിലും സലഫുസ് സാലിഹീങ്ങളുടെ പേരിലും അഷ്റഫ് ബാക്കവി കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴികേടിലേക്ക്, അളലിലേക്ക്, ശിർക്കിലേക്ക് മുഴുവൻ സമസ്തക്കാരും ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അടുത്ത് ഇഹലോകത്തും പരലോകത്തും കഠിനമായ പരീക്ഷണമുണ്ട്, ശിക്ഷയുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ ഓർക്കുക. മുജാഹിദുകളുടെ ആദർശം അജയ്യമാണ്, തൗഹീദ് അജയ്യമാണ്, ആദർശം അജയ്യമാണ്. മുജാഹിദുകൾ നേർമാർഗത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്, സത്യമാർഗത്തിലേക്കാണ് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്, തൗഹീദിലേക്കാണ് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്, ഫിർഖത്തുൻ നാജിയ വിജയിച്ച കക്ഷികളുടെ കൂട്ടത്തിലേക്കാണ് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്, അഹ്ലുസ് സുന്നയുടെ ആദർശത്തിലേക്കാണ് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്, സലഫുസ് സാലിഹീങ്ങളുടെ ആദർശത്തിലേക്കാണ് മുജാഹിദുകൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ശരിയായ ഇസ്ലാമിക പ്രബോധനം എന്ന് കൃത്യമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നമ്മളെ മൗലവിന്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. ഞാന് ഇപ്പോ താരീഖു തബരിയിൽ നിന്ന് ഉദ്ധരിച്ചു സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഇസ്തിഗാസ. മൗലവി മിണ്ടിയോ? മിണ്ടിയില്ല. നേരത്തെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഇസ്തിഗാസ തഫ്സീറുൽ ഖുർത്തുബിയിൽ നിന്ന് ഉദ്ധരിച്ചു. മൗലവി മിണ്ടിയോ? മിണ്ടിയില്ല, മിണ്ടാൻ കഴിയുന്നില്ല. ഇപ്പൊ പറയാ, എന്നാ ഇമാമിങ്ങൾ ചെയ്യൂലേ ഇതൊക്കെ കണ്ടിട്ട്? ആര് പറഞ്ഞു ചെയ്തില്ല? കേട്ടോ ബിബാബി യാ സയ്യിദി യാ റസൂലല്ലാഹി ഖദ് ശറഫത് ഖസായിദി ബിമദിഹിം ഫീക ഖദ് റുസിഫാ ബിബാബി ജൂദിക അബ്ദും മുസ്നിബുൻ കലിഫു യാ അഹ്സനൻ നാസി വജ്ഹം മുശ്രിഫൻ വഖഫ ബികും തവസ്സല യർജുൽ അഫ്വ അൻസല ലി മിൻ ഖൗഫിഹി ജഫ്നുൽ ഹമീല ഖദ് സരിഫാ. ആരാ പറഞ്ഞതെന്നറിയോ? ശൈഖ് ഇബ്നു ഹജറിൽ അസ്ഖലാനി വഫാത്തായ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്, യാ സയ്യിദി യാ റസൂലല്ലാഹ്. വിളിച്ചിട്ടാ പറയുന്നത്, ബിബാബി ജൂദിക, അങ്ങയുടെ ആ വാദിക്കലിതാ വന്നിരിക്കുന്നു നബിയെ, അബ്ദും മുദ്നിബുൻ കലിഫുൻ, ധാരാളം ദോഷം ചെയ്ത അടിമൈതാ വന്നിരിക്കുന്നു. എന്നിട്ടോ അവിടുന്ന് പറയാ, ബികും തവസ്സല യർജുൽ അഫ്വ അൻസലലി, ദോഷം പുറത്ത് കിട്ടാൻ പ്രതീക്ഷിച്ചിട്ടാണ് നബിയെ അങ്ങയുടെ ജൂദിന്റെ ബാബിൽ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു, വന്നിരിക്കുന്നു നബിയെ. ഇതാരാ പറഞ്ഞത്? ജബലുൽ ഹദീസ്, പർവ്വത സമാനമായ ഹദീസ് പണ്ഡിതൻ എന്ന് ലോക മുസ്ലിമീങ്ങൾ എതിരഭിപ്രായമില്ലാതെ അങ്ങേയറ്റം വാഴ്ത്തിപ്പറയുന്ന ഇബ്നു ഹജറിൽ അസ്ഖലാനി വിശ്വവിഖ്യാതമായ സഹീഹുൽ ബുഖാരിക്ക് എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥം ഫത്ഹുൽ ബാരിയുടെ രചയിതാവ് മുസന്നിഫ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ അസ്ഖലാനി രേഖപ്പെടുത്തുന്നു, അവിടുത്തെ ദീവാൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജറിൽ അസ്ഖലാനി ഗ്രന്ഥം നോക്കിക്കോ, നിങ്ങൾക്ക് കാണാം. ഇത് മാത്രോ ആയിരക്കണക്കിന് പദ്യങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നു ഇബ്നു ഹജറിൽ അസ്ഖലാനി. അദ്ദേഹത്തിനും തിരിയുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന ആയത്തും ഹദീസും ഇസ്തിഗാസ ശിർക്കാണ്, വഫാത്തായ നബിയെ വിളിക്കാൻ പാടില്ല എന്ന് ഈ പർവ്വത സമാനമായ ഹദീസ് പണ്ഡിതനും മനസ്സിലായില്ല. എല്ലാ മുജാഹിദുകളെ, നിങ്ങളുടെ മതമേതാണ്? ഇവർക്കാർക്കും തിരിയാത്ത ശിർക്ക് നിങ്ങൾക്ക് എവിടുന്ന് തിരിയുന്നു? ഇന്നാലില്ല, വലിച്ചെറിയണം തോട്ടിലേക്ക്. ഈ പിഴച്ച ആശയം തോട്ടിലേക്ക് വലിച്ചെറിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നമ്മളെ മൗലവിന്റെ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. ഞാന് ഇപ്പോ താരീഖു തബരിയിൽ നിന്ന് ഉദ്ധരിച്ചു സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഇസ്തിഗാസ. മൗലവി മിണ്ടിയോ? മിണ്ടിയില്ല. നേരത്തെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഇസ്തിഗാസ
തഫ്സീറുൽ ഖുർത്തുബിയിൽ നിന്ന് ഉദ്ധരിച്ചു. മൗലവി മിണ്ടിയോ? മിണ്ടിയില്ല, മിണ്ടാൻ കഴിയുന്നില്ല. ഇപ്പൊ പറയാ എന്നാ ഇമാമിങ്ങൾ ചെയ്യൂലേ ഇതൊക്കെ കണ്ടിട്ട്? ആര് പറഞ്ഞു ചെയ്തില്ല? കേട്ടോ ബിബാബി യാ സയ്യിദി യാ റസൂലല്ലാഹി ഖദ് ശറഫത് ഖസായിദി ബിമദിഹിം ഫീക ഖദ് റുസിഫാ ബിബാബി ജൂദിക അബ്ദും മുസ്നിബുൻ കലിഫു യാ അഹ്സനൻ നാസി വജ്ഹം മുശ്രിഫൻ വഖഫ ബികും തവസ്സല യർജുൽ അഫ്വ അൻസല ലി മിൻ ഖൗഫിഹി ജഫ്നുൽ ഹമീല ഖദ് സരിഫാ. ആരാ പറഞ്ഞതെന്നറിയോ? ശൈഖ് ഇബ്നു ഹജറിൽ അസ്ഖലാനി വഫാത്തായ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. യാ സയ്യിദി യാ റസൂലല്ലാഹ് വിളിച്ചിട്ടാ പറയുന്നത്. ബിബാബി ജൂദിക, അങ്ങയുടെ ആ വാതിക്കലിതാ വന്നിരിക്കുന്നു നബിയേ. അബ്ദും മുദ്നിബുൻ കലിഫുൻ, ധാരാളം ദോഷം ചെയ്ത അടിമൈതാ വന്നിരിക്കുന്നു. എന്നിട്ടോ അവിടുന്ന് പറയാ ബികും തവസ്സല യർജുൽ അഫ്വ അൻസലലി, ദോഷം പുറത്ത് കിട്ടാൻ പ്രതീക്ഷിച്ചിട്ടാണ് നബിയേ അങ്ങയുടെ ജൂദിന്റെ ബാബിൽ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു, വന്നിരിക്കുന്നു നബിയേ. ഇതാരാ പറഞ്ഞത്? ജബലുൽ ഹദീസ്, പർവ്വത സമാനമായ ഹദീസ് പണ്ഡിതൻ എന്ന് ലോക മുസ്ലിമീങ്ങൾ എതിരഭിപ്രായമില്ലാതെ അങ്ങേയറ്റം വാഴ്ത്തിപ്പറയുന്ന ഇബ്നു ഹജറിൽ അസ്ഖലാനി വിശ്വവിഖ്യാതമായ സഹീഹുൽ ബുഖാരിക്ക് എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥം ഫത്ഹുൽ ബാരിയുടെ രചയിതാവ് മുസന്നിഫ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ അസ്ഖലാനി രേഖപ്പെടുത്തുന്നു. അവിടുത്തെ ദീവാൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജറിൽ അസ്ഖലാനി ഗ്രന്ഥം നോക്കിക്കോ, നിങ്ങൾക്ക് കാണാം. ഇത് മാത്രോ ആയിരക്കണക്കിന് പദ്യങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നു ഇബ്നു ഹജറിൽ അസ്ഖലാനി. അദ്ദേഹത്തിനും തിരിയുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന ആയത്തും ഹദീസും ഇസ്തിഗാസ ശിർക്കാണ്, വഫാത്തായ നബിയെ വിളിക്കാൻ പാടില്ല എന്ന് ഈ പർവ്വത സമാനമായ ഹദീസ് പണ്ഡിതനും മനസ്സിലായില്ല. എല്ലാ മുജാഹിദുകളെ, നിങ്ങളുടെ മതമേതാണ്? ഇവർക്കാർക്കും തിരിയാത്ത ശിർക്ക് നിങ്ങൾക്ക് എവിടുന്ന് തിരിയുന്നു? ഇന്നാലില്ല, വലിച്ചെറിയണം തോട്ടിലേക്ക്. ഈ പിഴച്ച ആശയം തോട്ടിലേക്ക് വലിച്ചെറിച്ച് തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സമസ്ത പക്ഷത്ത് 3 അടിമന്മാരും മുജാഹിദ് പക്ഷത്ത് 3 അടിമന്മാർ. അതിൽ ലബ്ബാ ദാരിമി ഉസ്താദിന്റെ അടിമ സ്ഥാനം ഒഴിവാക്കിയത് കൊണ്ട് വീണ്ടും ലബ്ബാ ദാരിമി ഉസ്താദിനെ ഈ ഉള്ളവൻ അടിമനാക്കി. ആ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അത് സംവാദ ഗ്രൂപ്പിലെ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗ്രൂപ്പിലെ കാര്യം കൂടി സൂചിപ്പിച്ചത്. അതിന് താങ്കൾക്ക് അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മുജാഹിദ് സംവാദത്തിൽ സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫ് ബാക്കവി, മുജാഹിദ് ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉള്ളവന്റെ 5 ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, സ്വഹിയായ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വഹാബിമാരുടെ പ്രവർത്തികൾ, താബിഈങ്ങളുടെ പ്രവർത്തികൾ, തബഉ താബിഈങ്ങളുടെ പ്രവർത്തികൾ, അത് ദലീൽ അനുസരിച്ചുകൊണ്ട്, പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതുവരെ അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മുജാഹിദ് പക്ഷത്തോട് അദ്ദേഹം ഇതുവരെ 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അദ്ദേഹത്തിന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ശ്രോതാക്കളെ കബളിപ്പിക്കുകയാണ്, വഴികേടിലേക്കും ശിർക്കിലേക്കും അദ്ദേഹം കൊണ്ടുപോവുകയാണ്. ഇതാണല്ലോ സമസ്തക്കാരുടെ വിശ്വാസം. സമസ്തക്കാരുടെ അഖീദ പിഴച്ചതാണ് എന്ന് മുജാഹിദുകൾ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതുവരെ പ്രമാണബന്ധിതമായി മറുപടി പറയുവാനോ ചോദ്യങ്ങൾ ചോദിക്കുവാനോ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. സലഫികളുടെ നേതാവെന്നും മുജാഹിദുകളുടെ നേതാവെന്നും സമസ്തക്കാർ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്നു തൈമിയയെ കുറിച്ചും സ്വാലിഹ് അൽ ഫൗസാനെ കുറിച്ചും അവരുടെ ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇമാം നവവിയെ പറഞ്ഞുകൊണ്ട്, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയെ പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ സുബ്കിയെ പറഞ്ഞുകൊണ്ട്, അവരുടെ പേരിൽ കളവുകൾ പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കുറെ വഅദ് പറയുന്നു, അദ്ദേഹം കുറെ കവിത പറയുന്നു, കുറെ പാട്ട് പാടുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കപടമായ ശൈലികൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ചോദ്യങ്ങളുടെ അവസരങ്ങൾ കഴിഞ്ഞിട്ട് മുജാഹിദ് പക്ഷത്തോട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതുവരെ ഒരു ചോദ്യം പോലും ചോദിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. 4ാമത്തെ ചോദ്യമായി അദ്ദേഹത്തിന് വോയിസിലുള്ളത് എന്താണ്? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഒരു കവിത പാരായണം ചെയ്തുകൊണ്ട് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് ഇസ്തിഗാസ ചെയ്തു എന്ന പച്ചക്കളവാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ട് ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് സമസ്തക്കാരുടെ തന്ത്രം എന്ന് പറയുന്നത്.
ജനങ്ങളെ വഴികേടിലേക്ക് കൊണ്ടുപോവുക, ജനങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുക, അള്ളാഹുവിന്റെ പേരിലും റസൂലുള്ളാഹിന്റെ പേരിലും അമ്പിയാക്കളുടെ പേരിലും സലഫു സ്വാലിഹീങ്ങളുടെ പേരിലും അഹ്ലുസുന്നയുടെ ഇമാമുമാരുടെ പേരിലും പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അവലിലേക്ക്, വഴികേടിലേക്ക്, ശിർക്കിലേക്ക് കൊണ്ടുപോവുക. അള്ളാഹുവിന്റെ പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്. ആരാണ്? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി. അദ്ദേഹം ഒരു മുഹദ്ദിസാണ്. സഹീഹുൽ ബുഖാരിക്ക് ആധികാരികമായിട്ടുള്ള ഷറഹ് എഴുതിയിട്ടുള്ള, ഫത്ഹുൽ ബാരി എഴുതിയിട്ടുള്ള മഹാനായ അദ്ദേഹം, ജനങ്ങളെ നിർമാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ കാണാം, ഒരു ഹിക്കായത്ത് കൊടുത്തിട്ടുണ്ട്. ജാഅ റജുലുൻ ഇലാ ഖബറി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ വിശ്വാസം എന്താണെന്നോ, അയാൾ ആരാണെന്നോ, അയാൾ ചെയ്ത പ്രവൃത്തി എന്താണെന്നോ കൃത്യമായി വിശദീകരിച്ചിട്ടില്ല. എന്നാൽ അത് ഇസ്ലാമിക പ്രമാണവുമല്ല, സ്വഹാബിയുമല്ല, താബിയുമല്ല, തബഉ താബിയുമല്ല. ജാഅ റജുലുൻ, ഒരു പുരുഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ഹിക്കായത്ത് കൊടുത്തു എന്നല്ലാതെ ആധികാരികമായി നിങ്ങൾ മുസ്ലിമീങ്ങളെ, നിങ്ങൾ വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ തേടണമെന്നോ, വഫാത്തായ മഹാത്മാക്കളോട് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഇസ്തിഗാസ ചെയ്തുവെന്നോ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു ഉദ്ധരണി പോലും ഉദ്ധരിച്ചുകൊണ്ട്, ഒരു വാക്ക് പോലും ഉദ്ധരിച്ചുകൊണ്ട് അത് സമസ്തക്കാർക്ക് തെളിയിക്കാൻ ഇതുവരെ സാധ്യമല്ല. ഇവിടെ ഒന്നാമത്തെ പ്രമാണം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തെ പ്രമാണം സ്വഹീഹായ ഹദീസാണ്. മൂന്നാമത്തെ പ്രമാണം ഇജ്മാ ആണ്. നാലാമത്തെ പ്രമാണം ഖിയാസ് ആണ്. ഈ പ്രമാണങ്ങൾ വിശദീകരിക്കേണ്ടത് സലഫു സ്വാലിഹീങ്ങളുടെ മാർഗത്തിലായിരിക്കണം. അതിന് ഇതുവരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ദലീൽ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മറുപടി പറയുവാനോ, ഒരു ചോദ്യങ്ങൾ ചോദിക്കുവാനോ ഇതുവരെ അഷ്റഫ് ബാഖവിക്ക് സാധിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി. 4 ചോദ്യത്തിന് മൗലവി പറഞ്ഞ ഉത്തരങ്ങൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകുമല്ലോ. ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ള ആരെങ്കിലും ഇസ്തിഗാസ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ കിട്ടിയോ? വന്നിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, യൂസുഫ് നബിയുടെ ഇസ്തിഗാസ ഇമാം ഖുർത്തുബി പറഞ്ഞു, മറുപടി കിട്ടിയോ? വന്നിട്ടില്ല. മൂന്നാമത്തെ ചോദ്യം, ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാ അവിടുത്തെ താരീഖിൽ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഇസ്തിഗാസ പറഞ്ഞു, മറുപടി കിട്ടിയോ? ഇല്ല. നാലാമത്തെ ചോദ്യം, ബഹുമാനപ്പെട്ട ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജറിൻ അസ്ഖലാനി വഫാത്തായ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ തേടിയ സംഭവം ബഹുമാനപ്പെട്ടവരുടെ ദീവാനിൽ നിന്ന് എടുത്തുദ്ധരിച്ചു, മറുപടി പറഞ്ഞോ? ഇല്ല. ഇതാ ഇനി 5ാമത്തെ ചോദ്യം പിടിച്ചോ. ബഹുമാനപ്പെട്ട ഒരു സഹാബി, അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെടുന്നു. അദ്ദേഹം രാത്രി ഉറക്കത്ത് കാണുകയാണ്, കുറെ സ്ത്രീകളെ കാണുന്നു. പക്ഷേ വലം യറംറഅതഹു, കൂട്ടത്തിൽ തന്റെ ഭാര്യയില്ല, മരണപ്പെട്ടു പോയ കുറെ സ്ത്രീകളെ കണ്ടു, പക്ഷേ കൂട്ടത്തിൽ തന്റെ ഭാര്യയില്ല. ഫസഅലഹുന്നാൻഹാ, അവരോട് ചോദിച്ചു, എന്റെ ഭാര്യന്റെ സ്ഥിതി എന്താ, ഓളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഫഖുൽന, അപ്പോൾ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഇന്നക്കും ഖസർതും ഫീ കഫനിഹാ, അവളുടെ കഫം പുടവയിൽ നിങ്ങൾ കുറവ് വരുത്തിയിട്ടുണ്ട്, മതിയായ കഫം പുടവ അവൾക്ക് നിങ്ങൾ നൽകിയിട്ടില്ല. ഫഹിയ തസ്തഹി അൻ തഖ്റുജ മഅനാ, അതുകൊണ്ട് തന്നെ ഞങ്ങളോട് പുറത്ത് വരാൻ അവൾക്ക് ലജ്ജയുണ്ട്, അതുകൊണ്ടാണ് അവൾ വരാതിരുന്നത്. ഫഅതർ റജുലുൻ നബിയ്യ, ആ സഹാബി നബി തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു, വിഷയങ്ങൾ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഉൻദുർ ഇലാ സിഖത്തിൻ മിൻ സബീൽ, ഏതെങ്കിലും വിശ്വസ്തനായ ഒരാളെ നിങ്ങൾ സമീപിച്ച് ഇതിന് വല്ല വഴിയും നിങ്ങൾ തേടേണ്ടതാണ്. ഫഅതാ റജുലൻ മിനൽ അൻസാരി, അദ്ദേഹം അൻസാരികളിൽപ്പെട്ട ഒരു ആളുടെ അടുക്കലേക്ക് പോയി. അദ്ദേഹമാണെങ്കിലോ മരണാസന്നനായ സമയമായിരുന്നു. അദ്ദേഹത്തോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാ നിങ്ങൾ ഓക്കുള്ള കഫം പുടവ കൊണ്ടുവാ, അത് ഞാൻ അവൾക്ക് കൊടുത്തോളാം. അങ്ങനെ 2 വസ്ത്രം, സഅഫറാനെ കൊണ്ട് നന്നായി അലങ്കരിക്കപ്പെട്ട 2 വസ്ത്രം കൊണ്ടുവരപ്പെട്ടു. അൻസാരി വഫാത്തായതിന് ശേഷം അദ്ദേഹത്തിന്റെ കഫനിൽ ഈ 2 കഫം പുടവയും കൂടെ വെച്ചു. അങ്ങനെ ആ അൻസാരിയെ മറവ് ചെയ്യപ്പെട്ടു. അന്ന് രാത്രിയായപ്പോ, ഫലമ്മാ കാന ലൈലു, രാത്രിയായപ്പോ, റആ നിസ്വതൻ, അന്ന് കണ്ട സ്ത്രീകളെ മുഴുവനും ഈ സഹാബി കാണുന്നു. മഅഹുന്നംറഅതഹു, കൂട്ടത്തിൽ ആരുമുണ്ട്? അദ്ദേഹത്തിന്റെ ഭാര്യയുമുണ്ട്. വഅലൈഹാ തൗബാനിൽ അസ്ഫറാൻ, നേരത്തെ കൊടുത്ത ഈ സഹാബിയുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ടുള്ള 2 വസ്ത്രങ്ങൾ അവൾ കൃത്യമായി ധരിച്ചിട്ടും ഉണ്ട്. ചോദ്യം ഇതാണ്. ബഹുമാനപ്പെട്ട ഇബ്നു റജബിൽ ഹംബലി അഹ്വാലുൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നു. മനാമാത്തിൽ ഇബ്നു അബി ദുനിയ രേഖപ്പെടുത്തുന്നു. ബുഷറൽ കസീബിൽ ജലാലു സുയൂത്തി തങ്ങളും രേഖപ്പെടുത്തുന്നു. ഇനി അവസാനം കേട്ടോ മുജാഹിദീങ്ങളെ, നിങ്ങളുടെ തലതൊട്ടപ്പനും പരമോന്നത നേതാവുമായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ അഹ്കാമു തമന്നിൽ മൗത്തിലും ഇത് രേഖപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, വഫാത്തായതിന് ശേഷം സഹായം പ്രതീക്ഷിച്ച് സഹായം ചോദിക്കുകയാണ് ഈ മനുഷ്യൻ. ഈ സഹാബി അൻസാരിയായ സഹാബിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഇവിടെ ചോദിക്കുന്നത് എന്താ?
നിങ്ങൾ വഫാത്തായി ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം, എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ ഈ കഫം പുടവ ഒന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് സംഭവിച്ചു. അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം സഹായിക്കുകയും ചെയ്തു എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന വഹാബി ആശയത്തിന്റെ ആശയ സ്രോതസ് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഈ സഹാബി ചോദിച്ചത് ശിർക്കാണോ? മരണപ്പെട്ടതിന് ശേഷം ഈ സഹായം ചെയ്തു എന്ന് പറഞ്ഞത് തെറ്റാണോ? അതല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇത് മുഴുവനും കളവ് പ്രചരിപ്പിച്ചതാണോ? അല്ലേ? നിങ്ങളൊന്ന് കൃത്യമായി വിശദീകരിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു റജബിൽ ഹംബലി, ഇബ്നു അബി ദുനിയ, ഇമാം ജലാലു സുയൂത്തി, ഇവരൊക്കെ ഈ ശിർക്കിനും കുഫറിനും മതത്തിൽ പാടില്ലാത്ത നിങ്ങൾ ആരോപിക്കുന്ന ശിർക്കിനും കൂട്ടുനിന്നവരാണോ? ഇതാണ് എൻ്റെ 5ാമത്തെ ചോദ്യം. മറുപടി കൃത്യമായി പ്രതീക്ഷിക്കുന്നു. വബില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മുജാഹിദ് സംവാദം സമസ്തയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫ് ബാക്കവി, മുജാഹിദ് ഭാഗത്ത് നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉള്ളവരോട് 5 ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പരിഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അഷ്റഫ് ബാക്കവിയുടെ 5 ചോദ്യങ്ങൾ? നമുക്ക് കൃത്യമായി പരിശോധിക്കാം. ഒന്നാമതായി, ഉത്തമ നൂറ്റാണ്ടിലുള്ളവർ സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വഫാത്തായ മഹാത്മാക്കളുള്ള ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതാണ്. ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹം പ്രമാണബന്ധിതമായി തെളിവ് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളിൽ നിന്ന് സ്വഹിയായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടോ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടോ, സ്വഹാബിമാരുടെ പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ടോ, താബഈങ്ങളുടെ പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ടോ, താബഈങ്ങളുടെ പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ടോ, അഇമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാർ, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ, ഇമാം മാലിക് റഹ്മഹുല്ലാ, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ, ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ, 2ാം ഷാഫിഈ എന്ന ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന ഇമാം നവവി റഹ്മഹുല്ലാ, ഇങ്ങനെയുള്ള മഹാരഥന്മാരായ ഇമാമുമാരുടെ മാർഗത്തിൽ നിന്നുകൊണ്ടോ, സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്നുകൊണ്ടോ ദലീൽ ഉദ്ധരിച്ചുകൊണ്ട്, അഥവാ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുകളും ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനോ, ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനോ ഈ സംവാദത്തിൽ ഇതുവരെ സമസ്തയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന അഷ്റഫ് ബാക്കവി അദ്ദേഹം രണ്ടാമതായി ഇവിടെ ചോദ്യം ഉന്നയിച്ചത് യൂസുഫ് നബിയുടെ സംഭവമാണ്. ഇമാം ഖുർത്തുബി ഉദ്ധരിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ട് ദലീൽ ഉദ്ധരിക്കുവാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ആയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അഥവാ സ്വഹിയായ ഹദീസ്, സ്വഹാബിമാരുടെ പ്രവർത്തികൾ, താബഈങ്ങളുടെ പ്രവർത്തികൾ, താബഈങ്ങളുടെ പ്രവർത്തികൾ, സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിലുള്ള ഇമാമുമാരുടെ പ്രവർത്തികൾ ഉദ്ധരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം യൂസുഫ് നബിയുടെ പേരിൽ കളവ് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. യൂസുഫ് നബിയുടെ സംഭവം പറയുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്, ആ ആയത്ത് അവതീർണമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം അവിടുന്ന് ജീവിച്ചു. കൃത്യമായ ഇസ്ലാമിക പ്രബോധനം ചെയ്ത് ഇസ്ലാമിനെ പൂർത്തിയാക്കി. ഉസ്വത്തുൻ ഹസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മുസ്ലിമീങ്ങളെയും അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചതാണ്. ഈ ആയത്ത് അവതീർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ഏതെങ്കിലും മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തിയ സംഭവം ഉദ്ധരിക്കുവാൻ സമസ്തക്കാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതിന് സാധിക്കുകയും ഇല്ല. ഈ സംവാദത്തിലും അഷ്റഫ് ബാക്കവിക്ക് അതിന് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ശിഷ്യന്മാരായ സ്വഹാബിമാരെ കൂട്ടിക്കൊണ്ട് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും മക്ബറകളിലേക്ക് പോവുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വഫാത്തായ മഹാത്മാക്കളോട്, അമ്പിയാക്കളോട് അവിടുന്ന് ഇസ്തിഗാസ നടത്തി കാണിച്ചു കൊടുക്കുകയോ വഫാത്തായ അമ്പിയാക്കളോടോ മഹാത്മാക്കളോടോ ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയോ ചെയ്ത സംഭവം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളിൽ നിന്നോ, സഹാബിമാരുടെ പ്രവൃത്തികളിൽ നിന്നോ, താബഈങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നോ, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാരുടെ പ്രവൃത്തികളിൽ നിന്നോ, സലഫു സാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്നോ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തിൽ നിന്നോ, ഇമാമുമാരിൽ നിന്നോ, സമസ്തക്കാർക്കോ സമസ്തയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് സംവദിച്ചു കൊണ്ടിരുന്ന അഷ്റഫ് ബാക്കവിക്കോ ഇതുവരെ ഈ സംവാദത്തിൽ ദലീൽ ഉദ്ധരിച്ചുകൊണ്ട്, പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രമാണബന്ധിതമായി സമർത്ഥിക്കുവാൻ ഇവിടെ
തെളിവുകൾ പറഞ്ഞുകൊണ്ട് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ഈ സ്വാഭാവിക വിജയമാണ്. ഇവിടെ മൂന്നാമത്തെ ചോദ്യമായി പറഞ്ഞിരിക്കുന്നത് ഇബ്നു ജരീർ തുബരിയുടെ ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ടാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മകൻ അതിദാരുണമായി വധിക്കപ്പെട്ടപ്പോൾ സൈനബ് റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്തു എന്ന പച്ചക്കളവാണ് അദ്ദേഹം ഇവിടെ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ പേരിലും ഇബ്നു ജരീർ തുബരിയുടെ പേരിലും അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ ഇബ്നു ജരീർ തുബരിയെ പറഞ്ഞപ്പോൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയെ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകളിൽ നിന്ന് ഒരു സ്വഹിയായ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. സ്വഹാബിമാരുടെ ഒരു പ്രവൃത്തി ഇവിടെ ഉദ്ധരിച്ചിട്ടില്ല. ദലീൽ ഉദ്ധരിക്കാതെയാണ്, പ്രമാണങ്ങൾ പറയാതെയാണ് അദ്ദേഹത്തിന് തോന്നിയത് പറഞ്ഞുകൊണ്ട് ഇവിടെ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് കളവുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പേരിലും തിരുസുന്നത്തുകളുടെ പേരിലും സ്വഹാബിമാരുടെ പേരിലും അമ്പിയാക്കളുടെ പേരിലും അഹ്ലുസുന്ന വൽ ജമാഅ ആദർശത്തിന്റെ പേരിലും സലഫുസ് സ്വാലിഹീങ്ങളുടെ ആദർശത്തിന്റെ പേരിലും പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് ഈ സംവാദത്തിൽ ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളെ അളലിലേക്ക്, വഴികേടിലേക്ക്, ഷിർക്കിലേക്ക് അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ വിശ്വാസത്തിൽ ഷിർക്ക് വന്നുപോയി മരണപ്പെട്ടാൽ ഹബഅൻ മൻസൂറ, അയാളുടെ എല്ലാ സൽക്കർമ്മങ്ങളും ധൂളികളെ പോലെ പറന്നുപോയി മുഫ്ലിസായി, എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞ് പാപ്പറായി കാലാകാലവും സ്ഥായിയായി നരകത്തിൽ കഴിയേണ്ടി വരും. ഇതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇതാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്, ഇതാണ് മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ചിട്ടുള്ളത്, ഇതാണ് മുഴുവൻ സ്വഹാബിമാരും പഠിപ്പിച്ചിട്ടുള്ളത്, ഇതാണ് മുഴുവൻ തബഈങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്, ഇതാണ് മുഴുവൻ തബഈങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്, ഇതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ ആദർശം പഠിപ്പിക്കുന്നത്, ഇതാണ് സലഫുസ് സ്വാലിഹീങ്ങളുടെ ആദർശം പഠിപ്പിക്കുന്നത് എന്ന് കൃത്യമായി മുഴുവൻ മുസ്ലിമീങ്ങളും മനസ്സിലാക്കുക. നാലാമതായി അദ്ദേഹം ഇവിടെ ചോദ്യമായി പറഞ്ഞിരിക്കുന്നത് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്തു എന്ന പച്ചക്കളവാണ് ഇവിടെ വിശദീകരിച്ചതാണ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ആരാണ്? അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ആദർശം ഇസ്ലാമിക ലോകത്തിന് പ്രബോധനം ചെയ്ത ഇമാമാണ്, മുഹദ്ദിസാണ്, പണ്ഡിതനാണ്, ഇസ്ലാമിക പ്രബോധകനാണ്. സലഫുസ് സാലിഹീങ്ങളുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ കൃത്യമായി പ്രബോധനം ചെയ്ത ഇമാമാണ്, ആലിമാണ്, പണ്ഡിതനാണ്, ഇസ്ലാമിക പ്രബോധകനാണ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം ഒരിക്കലും ഷിർക്ക് ചെയ്തിട്ടില്ല, വഫാത്തായ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തിയിട്ടില്ല, ഷിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടില്ല, ബിദ്അത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടില്ല. എന്താണ് ഷിർക്ക്, എന്താണ് തൗഹീദ്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത് എന്ന് നെല്ലും പതിറും വളരെ കൃത്യമായി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്ത മഹാനായ ഇമാമാണ്, മഹാനായ പണ്ഡിതനാണ് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ്. അത് കൃത്യമായി എല്ലാ മുസ്ലിമീങ്ങളും മനസ്സിലാക്കുക. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു കിതാബിലുള്ള പരാമർശം, ഒരു ഹിക്കായത്ത്, ഒരു ചരിത്രം കൊടുത്തിട്ടുണ്ട്. ജാഅ റജുലുൻ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് ഒരു പുരുഷൻ വന്നു. ആ പുരുഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ അർറജുൽ എന്ന് പറയുന്ന ആ പുരുഷന്റെ വിശ്വാസം എന്താണെന്നോ, ആ പുരുഷൻ ആരാണ് എന്നോ, സ്വഹാബിയാണെന്നോ, താബിഈ ആണെന്നോ, തബഉ താബിഈ ആണെന്നോ ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം വിശദീകരിക്കുന്നില്ല. എന്നാൽ അതോടൊപ്പം മറ്റൊരു സംഭവം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നുണ്ട്. ഒരു സഹാബി സ്വപ്നം കണ്ട സംഭവം വിശദീകരിക്കുന്നുണ്ട്. ആ ബിലാൽ ഇബ്നു ഹാരിസ് മുസ്രി എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിയുടെ സ്വപ്ന കഥയും ഈ ജാഅ റജുലുൻ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വന്ന ഈ പുരുഷൻ, ഇത് രണ്ടും രണ്ട് ആളാണ്, രണ്ട് സംഭവമാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ കിതാബിലുള്ള ഇബാറത്ത് ലഫ്ദൻ ബിലഫ്ദ് മഅന പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ സമസ്തയുടെ അഷ്റഫ് ബാഖവി ഇവിടെ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ പേരിൽ പച്ചക്കളവാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഇബ്നു ഹജർ അസ്ഖലാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലും അവിടുന്ന് ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ഇസ്തിഗാസ തേടിയിട്ടില്ല. ഇനി അഷ്റഫ് ബാഖവി ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ന സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഇന്ന സ്വഹാബിമാരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, ഇന്ന തബഈങ്ങളുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ, ഇന്ന തബഈങ്ങളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, ഇന്ന അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളായ ഇമാമുമാരുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ, അഹ്ലുസ് സുന്നയുടെ ഇമാമുമാരുടെ അടിസ്ഥാനത്തിൽ, സലഫുസ്
സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ഒരിക്കലും ഇബ്നു ഹജർ അസ്കലാനി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ദലീൽ ഉദ്ധരിച്ചുകൊണ്ട് അവിടുന്ന് വഫാത്തായ നബി തങ്ങളോട് ഇസ്തിഗാസ നടത്തിയെന്ന് അഷ്റഫ് ബാഖവിക്ക് ഇവിടെ തെളിയിക്കാൻ സാധിച്ചിട്ടും. അഞ്ചാമത്തെ ചോദ്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ തേടി എന്നതാണ്. ആ സ്വഹാബി ആരാണെന്നോ ആ സ്വഹാബിയുടെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ അഷ്റഫ് ബാഖവിക്ക് സാധിച്ചിട്ടുമില്ല.